ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 4ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 7ാമത്തെ പാഠഭാഗമായിട്ടുള്ള പെരുക്കൽ പെരുമ എന്ന് പറയുന്ന പാഠഭാഗവും ഇതിലെ പ്രവർത്തനങ്ങളുമാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ബാക്കി എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളും ബാക്കി എല്ലാ സബ്ജക്റ്റുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണുക. ഇനിയിപ്പോൾ എക്സാമൊക്കെ തുടങ്ങാൻ പോവുകയാണ്, അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത്. നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് കിടക്കാം. 7ാമത്തെ പാഠഭാഗമാണ് നമ്മൾ പറഞ്ഞു, പെരുക്കൽ പെരുമ എന്നുള്ളതാണ്. ഇവിടെ ഐനിമല ഗവൺമെൻറ് LP സ്കൂൾ പഠനോപകരണ ശില്പശാലയാണ് നടക്കുന്നത്. അതിനായിട്ട് ഒരുപാട് ടീച്ചർമാരും അതുപോലെ തന്നെ കുട്ടികളും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. ഐനിമല ഗവൺമെൻറ് LP സ്കൂൾ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് കണക്കുപെട്ടി തയ്യാറാക്കുകയാണ്. അപ്പോൾ തയ്യാറാക്കുന്നത് കണക്കുപെട്ടിയാണ് കേട്ടോ. മേധയുടെ കണക്കുപെട്ടിയാണ് ഇവിടെ തന്നിട്ടുള്ളത്. മേധ തയ്യാറാക്കിയ കണക്കുപെട്ടിയിലെ ടോക്കൺ ബോർഡ് നോക്കൂ. ഇവിടെ എന്താണ് 3 നിരകളിലായിട്ടാണുള്ളത് അല്ലേ. ഓരോന്നിലും 1, 2, 3, 4, 5, 6, 7, 8 എണ്ണമാണ് ഓരോന്നിലും ഉള്ളത്. ടോക്കൺ ബോർഡ് നോക്കി പട്ടിക പൂർത്തിയാക്കാനാണ് പറയുന്നത്. ഒന്നാമത്തെ വരിയിൽ എത്ര എണ്ണമാണുള്ളത്? 8 എണ്ണമാണുള്ളത് അല്ലേ. രണ്ടാമത്തെ വരിയിലേക്ക് പോകുമ്പോഴും 8 എണ്ണമാണുള്ളത്. മൂന്നാമത്തെ വരിയിലോ 8 എണ്ണമാണല്ലേ. 1, 2, 3, 4, 5, 6, 7, 8. ഇനി ഇവിടെ എത്ര വരികളാണുള്ളത്? 3 വരികളാണുള്ളത്. അപ്പോൾ ആകെ എത്ര എണ്ണമാണുള്ളത്? 8 + 8 + 8 നോക്കുക, എത്രയാണ്? 24 എന്ന് നമുക്ക് കിട്ടും. 24 എണ്ണമാണ് ഉള്ളത്. 8 ടോക്കൺ വീതമുള്ള 3 വരി. ആകെ എത്ര ടോക്കൺ? ആകെ എത്ര ടോക്കനാണുള്ളത്? 3 വരിയാണുള്ളത്. അപ്പോൾ 8 + 8 + 8 അല്ല എന്നുണ്ടെങ്കിൽ 3 × 8 നോക്കുക. 3 × 8 എന്ന് പറയുന്നത് എത്രയാണ്? 24 ആണ്. അപ്പോൾ 24 എണ്ണമാണ് അവിടെ ഉള്ളത്. 24 ടോക്കൺ ഉണ്ടെന്ന് അർത്ഥം. ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ, മാധവിൻ്റെ കണക്കുപെട്ടിയാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. മാധവ് ടോക്കൺ ബോർഡ് മറ്റൊരു രീതിയിലാണ് വെച്ചത്. ഇതിൽ എത്ര ടോക്കൺ ഉണ്ട്? ഇവിടെ മാധവ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് കൂട്ടുകാരെ? ഓരോന്നിലും 3 എണ്ണം വീതമാണ് വെച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ? 3നെ 8 തവണ കൂട്ടി നോക്കണം. അപ്പോൾ 3 + 3 + 3 + 3 + 3 + 3 + 3 + 3 8 തവണ 3 കൂട്ടി നോക്കിയിട്ടുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 8 × 3 ചെയ്താൽ മതി. 8 × 3 ചെയ്ത് നോക്കുക. അപ്പോൾ 8 ടോക്കൺ വീതം 3 വരിയിലാണുള്ളത്. അല്ല എന്നുണ്ടെങ്കിൽ 3 ടോക്കൺ വീതം 8 വരിയിൽ എന്നും പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ 3 തവണ 8 എന്ന് പറയുമ്പോൾ 3 × 8 ആണല്ലേ. 3 × 8 എന്ന് പറയുന്നത് 8 × 3 എന്ന് പറയുന്നതും എന്താണ്? ഉത്തരം സെയിം ആണല്ലേ. അവ 3 × 8 എന്ന് പറയുന്നതും 8 × 3 എന്ന് പറയുന്നതും എത്രയാണ്? 24 തന്നെയാണ്. അപ്പോൾ 3 തവണ 8ഉം 8 തവണ 3ഉം 24 തന്നെയാണെന്നാണ് പറയുന്നത്. അഥവാ 3 × 8 = 8 × 3 = 24. രണ്ടും എന്താണ്? ഉത്തരം ശരിയാണ്. രണ്ടും 24 ടോക്കൺ വീതമാണ് ഉള്ളത്. അപ്പോൾ മാധവ് വെച്ചതും നമ്മുടെ മേധ വെച്ചതും ഒരേ ടോക്കണുകളാണ്. ഇനി സി 24 ടോക്കൺ മറ്റൊരു രീതിയിലാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. എങ്ങനെയാണ് വെച്ചിട്ടുള്ളത് എന്ന് നോക്കൂ. ഇവിടെ 8 എണ്ണം വീതം അല്ലേ. ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8 8 എണ്ണത്തിനെ ഒരു കൂട്ടങ്ങളാക്കി വെച്ചു. 4 എണ്ണം വീതം. ഇവിടെയും 8, ഇവിടെയും 8, ഇവിടെയും 8. ഇനി നോക്കൂ, ഇവിടെ ഇങ്ങനെയും നമുക്ക് കൂട്ടങ്ങളാക്കാം അല്ലേ. 4 എണ്ണത്തിൻ്റെ കൂട്ടങ്ങൾ ഒരുമിച്ചാക്കാം. അപ്പോൾ 2 × 4, 2 × 4, 2 × 4 എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? 3 × 8 എന്ന് പറയാൻ വേണ്ടി പറ്റും. ഇതിനെ നമുക്ക് 3 × 2 × 4 എന്ന് പറയാനും പറ്റും. അപ്പോൾ 24 ടോക്കൺ ഇങ്ങനെയും വെക്കാമല്ലോ എന്നാണ് അടുത്തതായിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ടോക്കൺ വെക്കാൻ വേണ്ടി പറ്റും. ഇവിടെ വെച്ചിട്ടുള്ളത് 1, 2, 3, 4, 5, 6 എണ്ണം വീതമാണ്. 1, 2, 3, 4 എണ്ണത്തിലാക്കി വെച്ചിട്ടുണ്ട്. അഥവാ 6 × 4 അല്ലെങ്കിൽ 4 × 6 എന്ന് പറയാം. ഇനി ഇവിടെ വെച്ചിട്ടുള്ളതും അതേപോലെ തന്നെ വേറൊരു രീതിയിലാണ്. ഇവിടെ വെച്ചിട്ടുള്ളത് എങ്ങനെയാണ്? 3 എണ്ണം വീതം വെച്ചിട്ടുണ്ട്. 4 എണ്ണത്തിൻ്റെ ഒരു ഗ്രൂപ്പാക്കിയിട്ട് മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. അഥവാ 4 × 3 എന്നുള്ളത് 2 തവണ വന്നു. അവ 2 × 4 × 3 എന്നും പറയാം. ഇതും എത്രയാണ്? 24 തന്നെയാണ്. ഇനി 8 എണ്ണം വീതമുള്ള 4 വരിയായാൽ ആകെ എത്ര ടോക്കൺ ഉണ്ടാകും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 8 എണ്ണം വീതമുള്ള 4 വരികളാണ് ഉണ്ടാവുന്നത് അല്ലേ.
അപ്പോൾ നമുക്കറിയാം 8 എണ്ണം വീതമാണല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, 8നെ 4 തവണ കൂട്ടി നോക്കിയാൽ മതി. 8 + 8 + 8 + 8 അഥവാ 4 × 8 പറയുന്നതാണ് 4 തവണ 8 കൂട്ടുന്നത് എന്ന് പറയുന്നത്. 4 × 8 എന്ന് പറയുന്നത് എത്രയാണ്, 32 ആണ്. ഓക്കെ, അപ്പോൾ 32 എണ്ണമാണ് അവിടെ ആക്കിയിട്ടുള്ളത്. ഇനി ഇവിടെ 4 × 8 എന്ന് പറയുന്നത് എത്രയിന് തുല്യമാണ്, 2 × 4 × 4 തുല്യമാണ്. ഓക്കെ, ഇനി 8 എണ്ണം വീതമുള്ള 6 വരിയായി കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ അറിയാൻ വേണ്ടി പറ്റുക, അപ്പോൾ 32ൻ്റെ കൂടെ എന്തും കൂടെ കൂട്ടണം നമ്മൾ, 16 കൂടെ കൂട്ടി നോക്കണം. 36 + 16 എന്ന് പറയുന്നത് 48 ആണ്. ഓക്കെ, 48. ഇനി 6 × 8 എന്ന് പറയുന്നുണ്ട് അല്ലേ. 6 × 8 എന്ന് പറയുന്നത് വേറൊരു രീതിയിൽ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും, നമ്മൾ നേരത്തെ കണ്ടതാണ്, 2 × 4 × 6 എന്ന് എഴുതാൻ വേണ്ടി പറ്റും. 2 × 4 × 6. അപ്പോൾ 8 എണ്ണം വീതമുള്ള 6 വരിയായി കഴിഞ്ഞാൽ 48 ടോക്കൺ ഉണ്ടായിരിക്കും. 8 എണ്ണം വീതമുള്ള 4 വരിയായി കഴിഞ്ഞാൽ 32 ടോക്കണും ഉണ്ടായിരിക്കും. ഓക്കെ, മനസ്സിലായില്ലേ? ദെൻ ഇവിടെ 16 എങ്ങനെ കിട്ടിയതെന്ന് മനസ്സിലായോ? 8 എണ്ണമുള്ള 6 വരിയാണ്. ഇവിടെ 4 വരി ആയപ്പോൾ 32 ആണ്. അത് 6 വരി ആകുമ്പോൾ അതിന് എന്ത് കൂടും, 2 8 കൂടിയും കൂടും. 2 8 + 8 എന്ന് പറയുന്നത് 16 ആണ്. അപ്പം 32ൻ്റെ കൂടെ 16 കൂടെ നമ്മൾ കൂട്ടി നോക്കിയാൽ മതി. ഇനി അടുത്തത് നോക്കാം, ടോക്കൺ കൊണ്ടൊരു ചതുരം. ശ്രവ്യയുടെ ടോക്കൺ ബോർഡ് നോക്കൂ. ഇതാണ് ശ്രവ്യ ഉണ്ടാക്കിയിട്ടുള്ള ടോക്കൺ ബോർഡ് എന്ന് പറയുന്നത്. ചിത്രത്തിൽ ആകെ എത്ര ടോക്കനുകൾ ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മളടുത്ത് ചോദിക്കുന്നത് ചിത്രത്തിൽ ആകെ എത്ര ടോക്കനുകൾ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് എത്രയാണെന്ന് ഒന്നുകിൽ എണ്ണി നോക്കണം അല്ലേ. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലെ വരിയും നിരയും എണ്ണി നോക്കിയിട്ട് അതിനെ എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 8 ടോക്കൺ വീതം 12 നിരയാണുള്ളത്. ഇവിടെ നോക്കൂ, 1 2 3 4 5 6 7 8 8 ടോക്കനാണുള്ളത്. ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ 1 2 3 4 5 6 7 8 9 10 11 12 എണ്ണമാണുള്ളത്. അപ്പോൾ 8ഉം 12ഉമാണ്. അപ്പോൾ 12 നിരയെ 10ഉം 2ഉം ആക്കി മാറ്റുക. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. എന്ത് ചെയ്യണം, 12 നിരയാണല്ലേ, അതിനെ ആദ്യം 10 നിരയാക്കിയിട്ട് മാറ്റുക. എന്നിട്ട് ബാക്കി എത്ര ഉണ്ടായിരിക്കും, 2ഉം കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കൂ, ഇതെന്ന് പറയുന്നത് 10ൻ്റെയാണ്, ഇതെന്ന് പറയുന്നത് 2ൻ്റെയാണ്. അപ്പോൾ ഒരു നിരയിലെ ടോക്കൺ എന്ന് പറയുന്നത് എത്രയാണ്, 8 ആണ് ഉണ്ടായിരുന്നത്. നിരകളുടെ എണ്ണം എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് 10 ആണുള്ളത്. ഇനി അപ്പോൾ ആകെ എത്രയായിരിക്കും, 8 × 10 എത്രയാണ്, 8 × 10 എന്ന് പറയുന്നത് 80 ആണ്. ഇനി ഒരു നിരയിലെ ചെറിയ ചതുരക്കട്ടയായിട്ടുള്ള ഇതിലെ ടോക്കനാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരു നിരയിലെ ടോക്കൺ എത്രയാണ്, 8 ആണുള്ളത്. നിരകളുടെ എണ്ണം ഉള്ളത് 2 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, 8 × 2 ചെയ്താൽ മതി. 8 × 2 എന്ന് പറയുന്നത് എത്രയാണ്, 16. ഇനി ഇത് എത്രയുണ്ടെന്ന് കാണാൻ വേണ്ടി 80ഉം 16ഉം കൂടെ കൂട്ടി നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ 80ഉം 16ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും, 80 + 16 6 9 96 ടോക്കനാണുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് കിടക്കാം. ബോർഡിൻ്റെ ആകെ ടോക്കന് നമ്മൾ പറഞ്ഞത് തന്നെയാണ് 10 × 8 + 2 × 8 എന്ന് നോക്കുക. അപ്പോൾ 10 × 8 നമ്മൾ പറഞ്ഞു 80 ആണെന്ന് പറഞ്ഞു. 2 × 8 എന്ന് പറയുന്നത് 16 ആണ്. അപ്പോൾ 80 + 16 എന്ന് പറയുന്നത് എത്രയാണ്, 96 എന്ന് നമുക്ക് ഉത്തരമായിട്ട് കിട്ടും. ഇനി ടോക്കൺ ഒന്നുമില്ലാതെ ഇങ്ങനെയും കണക്കാക്കാം. എങ്ങനെയാണ് കണക്കാക്കേണ്ടത്, ടോക്കൺ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. 10 × 8 എന്ന് പറയുന്നത് 80 ആണെന്ന് നമുക്കറിയാം. 2 × 8 16 ആണ്. 80ഉം 16ഉം കൂടെ ഈസി ആയിട്ട് കൂട്ടാൻ വേണ്ടി പറ്റും, 96 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ഇനി അതല്ലാതെ നമുക്ക് എങ്ങനെ നോക്കാം, 12 × 8 എന്നുള്ളത് ഇതേപോലെ ഗുണിച്ചിട്ടും നമുക്ക് നോക്കാവുന്നതാണ്. എങ്ങനെയാണതെന്ന് പറഞ്ഞു തരാം. 12 × 8 ഓക്കെ, എന്ത് ചെയ്യുക, നമ്മൾ 8നെ 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എത്ര കിട്ടും, 16. 6 ഇവിടെ എഴുതുക, 1 ക്യാരി ഫോർ ചെയ്യുക. ഓക്കെ, സോറി ക്യാരി ഫോർ ചെയ്യേണ്ട, 16 ഒരുമിച്ചിട്ട് എഴുതാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എത്രയാണ്, ഓക്കെ എങ്ങനെയാണ് നമുക്കൊന്നുകൂടെ ചെയ്ത് നോക്കാം. 12 × 8 ആണ്. ഇവിടെ 2 × 16 എന്ന് കിട്ടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ 8നെ 1 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 10 കൊണ്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് 10 കൊണ്ടും ചെയ്യാം, അല്ലെങ്കിൽ 1 കൊണ്ടും ചെയ്യാം. 10 കൊണ്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായിരിക്കും, 8 10 കൊണ്ട് ചെയ്യുമ്പോൾ 80 എന്ന് കിട്ടും. 80 എഴുതി കൊടുക്കുക. ഇത് രണ്ടും കൂടെ കൂട്ടുക. അപ്പോൾ 96 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ 12 × 8 കണക്കാക്കാൻ 10നെ 8 കൊണ്ട് ഗുണിച്ച സംഖ്യയും 2നെ 8 കൊണ്ട് ഗുണിച്ച സംഖ്യയും കൂട്ടിയാൽ മതി അല്ലേ. 10നെ 8 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് 80 കിട്ടും. അതുപോലെ തന്നെ 2നെ 8 കൊണ്ട് ഗുണിക്കുമ്പോൾ 16 കിട്ടും. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 96 എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് ഉത്തരം കണക്കാക്കാവുന്നതാണ്. ഇനി അടുത്തത് ഗുണിച്ചും കണക്കാക്കാം എന്നുള്ളതാണ് അടുത്തതായിട്ട് വരുന്നത്.
ഇവിടെ 13 × 5 അല്ലേ, 13 × 5 എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെയാണ് കണക്കാക്കേണ്ടത്? 10ഉം 3ഉമായിട്ട് നമ്മൾ നേരത്തെ 18ന് ചെയ്ത പോലെ തന്നെ ചെയ്യാം അല്ലേ. അപ്പോൾ 12ന് ചെയ്ത പോലെ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? 10 × 13 × 5 എന്നുള്ളതിനെ 10 × 5 എന്നാക്കിയിട്ട് നോക്കുക. 10 × 5 എന്ന് പറയുന്നത് എത്രയാണ്? 50 എന്ന് കിട്ടും. ഇനി 3 × 5 എന്ന് പറയുന്നത് 15 എന്ന് കിട്ടും. അതിനുശേഷം എന്ത് ചെയ്യുക? ഈ 50ഉം 15ഉം കൂടെ കൂട്ടി നോക്കുക. എത്ര കിട്ടും? 50ഉം 15ഉം 65 എന്ന് ഉത്തരം കിട്ടും. ഇനി 23 × 5 ആണ് നോക്കേണ്ടത്. ആദ്യം നമ്മൾ 20 × 5 ചെയ്യുക. അപ്പോൾ 100 എന്ന് ഉത്തരം കിട്ടും. 3 × 5 നമ്മൾ പറഞ്ഞു 15 ആണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ ആദ്യം കിട്ടിയ 100ഉം ഈ 15ഉം കൂടെ കൂട്ടി നോക്കുക. അപ്പോൾ എത്ര കിട്ടും? 115 എന്ന് ഉത്തരം കിട്ടും. ഇനി ഈ രീതിയിൽ 14 × 6 24 × 3 നിങ്ങളുടെ അടുത്ത് ചെയ്ത് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് 14 × 6 ചെയ്ത് നോക്കാം. 14 × 6 എന്ന് പറയുന്നത് ആദ്യം ചെയ്യേണ്ടത് എത്രയാണ്? 10 × 6 ചെയ്യുക അല്ലേ. 10 × 6 ചെയ്യുമ്പോൾ എത്രയായി? 60 എന്ന് കിട്ടി. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് 4 × 6 ആണ്. 4 × 6 എന്ന് പറയുന്നത് എത്രയാ? 24 ആണല്ലേ. 24. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? 60 + 24 ചെയ്ത് നോക്കിയാൽ മതി. എത്ര കിട്ടും? 84 എന്ന് ഉത്തരം കിട്ടും. അടുത്തതായിട്ട് ചെയ്യാനുള്ളത് 24 × 3 ആണ്. ഇതിനെന്ത് ചെയ്യുക? നമ്മൾ 20 × 3 ആദ്യം ചെയ്ത് നോക്കുക. എത്രയാണ് കൂട്ടുകാരെ 20 × 3 എന്ന് പറയുന്നത് എന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം അല്ലേ. 20 × 3 എന്ന് പറയുന്നത് എത്രയാ? 60 എന്ന് കിട്ടും. 20 × 3 60 ആണ്. അടുത്തത് 4 × 3 ചെയ്തു നോക്കുക. 4 × 3 എന്ന് പറയുന്നത് 3ൻ്റെ ടേബിൾ നോക്കിയാൽ മനസ്സിലാവും. 4 × 3 എന്ന് പറയുന്നത് 12 ആണ്. ആ 12ഉം എഴുതുക. എന്നിട്ട് നമ്മൾ അവസാനം ചെയ്യേണ്ടത് 60ഉം 12ഉം കൂടെ കൂട്ടി നോക്കുക. എത്ര കിട്ടും? 72 എന്ന് ഉത്തരം കിട്ടും. ഓക്കെ. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോ ഉത്തരത്തിലേക്ക് ആയിട്ട് എത്തിച്ചേരാൻ വേണ്ടി വളരെ ഈസി ആയിട്ട് പറ്റുന്നതാണ്. അടുത്തത് പൂരിപ്പിക്കൂ എന്നുള്ളതാണ് അടുത്ത പ്രവർത്തനമായിട്ട് വരുന്നത്. ഇവിടെ തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? 18 × 5 എന്ന് പറയുന്നത് 10 × 5 + 8 × 5 ആണ് അല്ലേ. 10 × 5 എന്ന് പറയുന്നത് 50 ആണ്. 8 × 5 എന്ന് പറയുന്നത് 40 ആണ്. അപ്പോൾ 50ഉം 40ഉം കൂടെ കൂട്ടി നോക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 80 എന്ന് ഉത്തരം കിട്ടും. ഇനി അടുത്തത് ചോദിച്ചിട്ടുള്ളത് 16 × 5 ആണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം 10 × 5 ചെയ്യണം അല്ലേ. 10 × 5 അതുപോലെ തന്നെ 6 × 5ഉം ചെയ്യണം. 10 × 5 എന്ന് പറയുന്നത് 50 ആണ്. 6 × 5 എന്ന് പറയുന്നത് 30 ആണ്. 50 + 30 എന്ന് പറയുന്നത് 80 ആണ്. ഇനി 13 ഇവിടെ എന്തോന്നും കൊടുത്തിട്ടില്ല, പക്ഷെ 10 × 3 ആണ്. അപ്പോൾ ഇവിടെ 3 കൊണ്ടാണ് നമ്മൾക്ക് ചെയ്യേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. 10 × 3ഉം പിന്നെ എത്രയാണുള്ളത്? 3 × 3ഉമാണ് ഉള്ളത്. 10 × 3 എന്ന് പറയുന്നത് 30 ആണ്. 3 × 3 എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ 30 + 9 39. ഇനി അടുത്തത് ഡാഷ് × 4 ആണ്. ഒന്ന് വന്നിട്ടുണ്ട് 10 × 4, മറ്റൊന്ന് 3 × 4. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 10ഉം ഈ 3ഉം കൂടെ കൂട്ടി നോക്കുക. അപ്പോൾ എത്ര കിട്ടും? 13. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് 13 × 4 ആണ്. അതിൽ 10 × 4 എന്ന് പറയുന്നത് 40 ആണ്. 3 × 4 എന്ന് പറയുന്നത് 12 ആണ്. 40ഉം 12ഉം കൂടെ 52 എന്ന് വരും. ഇനി അടുത്തത് 2 സംഖ്യയും കൊടുത്തിട്ടില്ല, പക്ഷേ അടുത്തത് എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളതെന്ന് കൊടുത്തിട്ടുണ്ട്. 10 × 7 3 × 7. അപ്പോൾ നമുക്ക് ആദ്യത്തെ സംഖ്യ കിട്ടാൻ ഈ 10ഉം 3ഉം കൂടെ കൂട്ടിയാൽ മതി. 13 എന്ന് കിട്ടും. ഏതുകൊണ്ടാണ് ഗുണിക്കേണ്ടത്? 7 കൊണ്ടാണ് അല്ലേ. അപ്പോൾ 13 × 7 എന്ന് കിട്ടും. ഇനി 10 × 7 എന്ന് പറയുന്നത് 70 ആണ്. 3 × 7 എന്ന് പറയുന്നത് 21 ആണ്. 70ഉം 21ഉം കൂടെ കൂട്ടുമ്പോൾ 91 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ വളരെ ഈസിയാണ് ഇത്. ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കുക മാത്രമേ ഇവിടെ ചെയ്യേണ്ടതുള്ളൂ. നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോയാലോ? ഓക്കെ. അടുത്തത് പേജ് നമ്പർ 108 ആണ്. ഗുണനം എന്തെളുപ്പം എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. 15 × 30 എത്രയെന്ന് കണക്കാക്കാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 15 × 30 അതിനെന്ത് ചെയ്താൽ മതി? നമ്മൾ 10 × 30 ചെയ്യുക, 5 × 30ഉം ചെയ്യുക അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് 10 × 30 കാണണം. 10 × 30 എന്ന് പറയുന്നത് എത്രയാ? 300 ആണ്. 300. 5 × 30 എന്ന് പറയുന്നത് എത്രയാണ്? 150 ആണ്. 5 × 30 150. ഇനി 300 150ഉം കൂടെ നമുക്ക് എന്ത് ചെയ്യണം? കൂട്ടി നോക്കണം. 0 5 4 എത്ര കിട്ടും? 450 എന്ന് ഉത്തരം കിട്ടും. 450. ഇനി മറ്റേതെങ്കിലും വഴിയുണ്ടോ എന്നാണ് നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഇങ്ങനെയല്ലാതെ വേറെ ഏതെങ്കിലും വഴിയിലൂടെ നിങ്ങൾക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കുമോ?
അതിന് എന്ത് ചെയ്താൽ മതി? നമ്മൾ 15 × 3 എന്നുള്ളത് ആദ്യം കണക്കാക്കുക. 15 × 3 ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 15, 3 5 15, ബാക്കി 1, ഒരു 3 3 3 1 4, 45 എന്നുള്ളത് കിട്ടും. ഇനി 15 × 30 എന്ന് പറയുന്നത് എത്രയാണ്? 15 × 30 എന്ന് പറയുന്നത് 450 ആണ്. ഓക്കെ, 450 ആണ്. കാരണം എന്ത് ചെയ്താൽ മതി? 15 × 3 എന്ന് പറയുന്നതിൽ ഇവിടെ എന്താണ് കുറവുള്ളത്? ഒരു 0 ആണല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഉത്തരത്തിൻ്റെ കൂടെ ഒരു 0 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി 40 × 30 എന്ന് പറയുന്നത് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് എങ്ങനെ കണക്കാക്കണം? 4 × 3 എന്ന് പറയുന്നത് എത്രയാണെന്ന് കണക്കാക്കുക. 4 × 3 എത്രയാണ്? 12 ആണ്. 10 × 10 എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ്. അപ്പോൾ 100ഉം 12ഉം കൂടെ എത്ര കിട്ടും? 100ഉം 12 112 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 40 × 30ന് 2 0 നീക്കിയിട്ട് കൊടുത്താൽ മതി. അഥവാ 1200 എന്ന്. ഓക്കെ, 1200 എന്ന് ഉത്തരമായിട്ട് നമുക്ക് കിട്ടും. അടുത്തത് ചോദിച്ചിട്ടുള്ളത് 70 × 70 എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 70 × 70. ആദ്യം 7 × 7 എത്രയാണെന്ന് നോക്കുക. 49 ആണ് നമുക്കറിയാം. 10 × 10 എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 49 ഇട്ടിട്ട് 2 0 കൂട്ടിയിട്ട് കൊടുത്താൽ മതി. അഥവാ 4900 എന്ന് കിട്ടും. ഇനി ഇവ മനക്കണക്കായിട്ട് ചെയ്യൂ എന്നതാണ് അടുത്തതായിട്ട് നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് 30 × 3 എന്ന് പറയുന്നത് എത്രയാണ്? 30 × 3 എന്ന് പറയുന്നത് എത്രയാണ്? 3 × 3 9 ആണ്. 30 × 3 എന്ന് പറയുന്നത് അപ്പോൾ 90 എന്ന് ഉത്തരം കിട്ടും. 60 × 4, 6 × 4 എന്ന് പറയുന്നത് 24 ആണ്. അപ്പോൾ 24 എഴുതിയിട്ട് ഒരു 0 കൂട്ടിയിട്ട് കൊടുത്താൽ മതി. 50 × 3, 5 × 3 എന്ന് പറയുന്നത് 15 ആണ്. 15ൻ്റെ കൂടെ ഒരു 0 കൂട്ടിയിട്ട് കൊടുക്കുക. 150 എന്ന് കിട്ടും. 40 × 40, 4 × 4 എന്ന് പറയുന്നത് 16 ആണ്. ഇവിടെയും 0 ഉണ്ട്. 2 0 കൂട്ടിയിട്ട് കൊടുക്കുക. സോ 1600 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും കൂട്ടിയിട്ടും അതുപോലെ തന്നെ ഒരു മനക്കണക്കായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ വീട്ടിലെ പ്രായമുള്ളവരൊക്കെ കാൽക്കുലേറ്റർ അല്ലെങ്കിൽ നമ്മളെ പോലെ കൂട്ടി നോക്കിയിട്ടൊന്നല്ല, അവർ ഇത്തരത്തിൽ മനക്കണക്കായിട്ടാണ് പറയാറുള്ളത്. അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യണം? ഇത്തരത്തിലുള്ള കണക്കുകൾ നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അടുത്തത് കളങ്ങൾ പൂരിപ്പിക്കുക എന്നുള്ളതാണ്. 24 ടോക്കൺ ഏതെല്ലാം രീതിയിൽ ചതുരമായി ക്രമീകരിക്കാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 24 എന്നുള്ളത് വരണം. 3 × 8 എന്ന് പറയുന്നത് എത്രയാണ്? 24 ആണ്. പിന്നെ എന്തൊക്കെ എഴുതാം നമുക്ക്? 4 × 6, 4 × 6 എന്ന് പറയുന്നത് 24 ആണ്. 12 × 2 എന്ന് പറയുന്നത് 24 ആണ്. 24 × 1 എന്ന് പറയുന്നത് 24 ആണ്. 8 × 3 24 ആണ്. 1 × 24 24 ആണ്. അതുപോലെ തന്നെ 6 × 4 എന്ന് പറയുന്നത് 24 ആണ്. 2 × 12 എന്ന് പറയുന്നതും 24 ആണ്. അപ്പോൾ 24 ഇത്രയും രീതിയിൽ നമുക്ക് ഗുണിച്ച് നോക്കാവുന്നതാണ്. അടുത്തത് 3 × 8 എന്ന് പറയുന്നത് 3 × എത്രയിനും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ 4ഉം കൂടെ ഉണ്ട്. അപ്പോൾ എത്രയിന് തുല്യമാണ് എന്നുള്ളതാണ് നമ്മളവിടെ കണക്കാക്കേണ്ടത്. ഇവിടെ 3 × 4 എന്ന് പറയുന്നത് എത്രയാണ്? ബാക്കി അതിൽ എത്രയാണ് കുറവുള്ളത്? 2 ആണല്ലേ. അഥവാ 3 അവിടെ ഉണ്ട്. ഈ 8 കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? 2 × 4 ചെയ്യണം. അപ്പോൾ നമുക്ക് ഉത്തരമായിട്ട് എത്ര കിട്ടും? 24 എന്ന് കിട്ടും. അതുപോലെ തന്നെ 2 × 12 എന്ന് പറയുന്നത് 24 ആണല്ലേ. ഇനി 2 × 4 എന്ന് പറയുന്നത് എത്രയാണ്? 2 × 4. 2 × 4 കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടോ എന്നുള്ളത് നമ്മൾ അവിടെ നോക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം 2 × 4 എന്ന് പറയുന്നത് 8 ആണല്ലേ. അപ്പോൾ 8 കഴിഞ്ഞാൽ ബാക്കി അവിടെ പെൻഡിങ് ഉള്ളത് എത്രയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം 24 നമുക്ക് എന്ത് കിട്ടണം? ഉത്തരമായിട്ടും കിട്ടണം. ബാക്കി അവിടെ 3 ആണ് കുറവുള്ളത്. അപ്പോൾ 2 × 4 8, 8 × 3 24 ആണ്. ഇനി അടുത്തത് 2 × 12 എന്ന് പറയുന്നത് 24 ആണ്. ഇനി 6 തന്നിട്ടുണ്ട്. ബാക്കിയുള്ള സംഖ്യകൾ നമുക്ക് അവിടെ എഴുതി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 24 കിട്ടണമെങ്കിൽ 6നെ എന്തൊക്കെ കൊണ്ട് നമ്മൾ ഗുണിക്കണം? 6 × 2 ചെയ്താൽ 12 കിട്ടും അല്ലേ. 12 × 2 എന്ന് പറയുന്നത് 24 ആണ്. അപ്പോൾ 2 × 6 12 ആയി. 12 × 2 24 ആയിട്ട് മാറി. അപ്പോൾ ഇതും വളരെ ഈസിയാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. ഇനി 4 × 6 എന്ന് പറയുന്നത് എത്രയാണ്? 24 ആണ്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 4 × പിന്നെ ഏതുകൊണ്ട് ചെയ്യാം? 4 × 2. 4 × 2 8 ആയി. പിന്നെ ബാക്കിയുള്ളത് 3 ആണ്. 3 4 × 2 × 3 എന്ന് ചെയ്യാവുന്നതാണ്. അടുത്തത് 3 × 12 എന്നുള്ളതാണ്. 3 × 12 എന്നതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് 36 ആണ്. 36 കിട്ടണമെങ്കിൽ ഏതൊക്കെ 3 സംഖ്യകളെ ഗുണിക്കണം? 3 × 3 ചെയ്യാം. 3 × 3 ചെയ്താൽ 9 ആയി. ബാക്കിയുള്ളത് 4 ആണ്. അപ്പോൾ 9 × 4 എന്ന് പറയുന്നത് 36 ആണ്. അടുത്തത് 3 × 12 തന്നെയാണ്.
അതിനെ 3×12 നമുക്ക് ഉത്തരം ആദ്യം എഴുതി കൊടുക്കാം 36. 3×12 ഏത് രീതിയിൽ എഴുതാം നമുക്ക് 3×2×6 എന്ന രീതിയിൽ എഴുതാം. 3×2×6 36 ആയിട്ട് വരും. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. അടുത്തത് പേജ് നമ്പർ 109 പാൽ വിതരണമാണ് അടുത്തതായിട്ട് നടക്കാൻ വേണ്ടി പോകുന്നത്. അയനിമല സ്കൂളിലെ കുട്ടികൾക്ക് പാൽ കുടിക്കാൻ ആവശ്യമായ ഗ്ലാസ് ഗ്രാമപഞ്ചായത്ത് നൽകി. ഒരു പെട്ടിയിൽ 1/2 ഡസൻ ഗ്ലാസ് ഉണ്ട്. 21 പെട്ടി ഗ്ലാസ് ആണ് കൊടുത്തത്. സ്കൂളിൽ എത്ര ഗ്ലാസ് ആണ് കിട്ടിയത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു ഡസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് 12 ഗ്ലാസ് ആണ് ഒരു ഡസൻ എന്ന് പറയുന്നത്. പക്ഷേ ഇവർക്ക് കൊടുത്തിട്ടുള്ളത് എത്രയാണ്? 1/2 ഡസൻ ആണ്. അപ്പോൾ 1/2 ഡസൻ ആണ് ഓരോ പെട്ടിയിലും ഉള്ളത്. അപ്പോൾ 21 ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്, 21 പെട്ടിയുണ്ട്. 1/2 ഡസൻ എന്ന് പറയുന്നത് 6 ആണ്. 21×6 എന്ന് പറയുന്നത് എത്രയാണ്? 126 എന്ന് ഉത്തരം കിട്ടും. 21×6 നിങ്ങൾ ചെയ്തു നോക്കുക. 126 എന്ന് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രമിച്ചു നോക്കുക. ഇനി ഞാൻ കണക്കാക്കിയ രീതി അതുപോലെ തന്നെ ചങ്ങാതി കണക്കാക്കിയ രീതിയും ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ കണക്കാക്കിയ രീതി എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്തത് 20നെ 6 കൊണ്ട് ഗുണിക്കുക. 20നെ 6 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 6×2 12, 0 ഇട്ട് കൊടുക്കുക, 120 എന്ന് കിട്ടും. പിന്നെ ഉള്ളത് എത്രയാണ്? 1×6 ആണ്. 1×6 എന്ന് പറയുന്നത് 6 ആണ്. 120 + 6 എന്ന് പറയുന്നത് എത്രയാണ്? 126. അപ്പം അങ്ങനെയാണ് കണക്കാക്കിയത് എന്ന് പറയാം. ഇനിയിപ്പോൾ ചെങ്ങാതി കണക്കാക്കിയതാണെന്ന് വിചാരിക്കുക. ചെങ്ങാതി കണക്കാക്കിയ വേറൊരു രീതി നമുക്ക് എഴുതാം. 10×6 ആദ്യം ചെയ്തു എന്ന് വിചാരിക്കുക. 10×6 എന്ന് പറയുന്നത് എത്രയാണ്? 60 ആണ്. വീണ്ടും എത്ര എണ്ണം ഉണ്ട്? 11 എണ്ണം ബാക്കിയുണ്ട് അല്ലേ? വീണ്ടും 10×6 ചെയ്ത് അപ്പോഴും 60 എന്ന് കിട്ടി. ബാക്കിയുള്ളത് 1 ആണ്. 1×6 എന്ന് പറയുന്നത് 6 ആണ്. പിന്നെ എന്ത് ചെയ്യുക? ഈ 60 + 60 + 6 എന്നത് ചെയ്ത് നോക്കുക. അപ്പോൾ എത്ര കിട്ടും? 126 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ ഈ രീതിയിലും നിങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ഇതേ രീതിയിൽ ഗുണിച്ചു നോക്കണമെന്നില്ല. പല രീതിയിലും നമുക്ക് ഉത്തരത്തിലേക്ക് എത്താമെന്നാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്കിതിൻ്റെ താഴെയുള്ള അടുത്തത് നോക്കാം. പുരവനം സ്കൂളിൽ ഗ്രാമപഞ്ചായത്ത് 1 ഡസൻ ഗ്ലാസ് വീതമുള്ള 9 പെട്ടിയാണ് വിതരണം ചെയ്തത്. ആകെ എത്ര ഗ്ലാസ് കിട്ടി എന്ന് മനക്കണക്കായിട്ട് ചെയ്യാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ഡസൻ ഗ്ലാസ് ആണ്. ഒരു ഡസൻ ഗ്ലാസ് എന്ന് പറയുമ്പോൾ 12 എണ്ണമാണ് അല്ലേ? ആകെ കിട്ടിയത് 9 എണ്ണമാണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 12×9 ചെയ്തു നോക്കിയാൽ മതി. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് 10×9 ചെയ്യാം. പ്ലസ് വേറെ ബാക്കി എന്തും കൂടെ ചെയ്യാം? 2×9 കൂടെ ചെയ്യാം. 10×9 എന്ന് പറയുമ്പോൾ 90 ആയി. പ്ലസ് 2×9 എന്ന് പറയുമ്പോൾ 18 ആയി. 90 + 18 എന്ന് പറയുന്നത് 108 ആണ്. അപ്പോൾ 108 ഗ്ലാസ്സുകളായിരിക്കും അവിടെ കിട്ടിയിട്ടുണ്ടാവുക. ഇനി ഇതിനെ വേറെയും ഒരു രീതിയിൽ ചെയ്യാം. ഇവിടെ 9 പെട്ടിയാണ് കിട്ടിയത് അല്ലേ? 10 പെട്ടിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എത്രയായിരിക്കും? 120 ആയിരിക്കും അല്ലേ? അതിൽ നിന്ന് ഒരു പെട്ടി കുറച്ചാലും നമുക്ക് ഉത്തരം കിട്ടുന്നതാണ്. ഇനി ഒരു സംഖ്യ 8 കൊണ്ട് ഗുണിച്ചാൽ 120 കിട്ടും. ആ സംഖ്യയുടെ തൊട്ടടുത്ത സംഖ്യ 8 കൊണ്ട് ഗുണിച്ചാൽ എത്ര കൂടും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് ഒരു സംഖ്യ 8 കൊണ്ട് ഗുണിച്ചാലാണ് എന്ത് കിട്ടുന്നത്? 120 കിട്ടുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 120നെ നമ്മൾ 8 കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യേണ്ടത്. 8 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 15 എന്ന് ഉത്തരം കിട്ടും. എന്നിട്ട് പറഞ്ഞിട്ടുള്ളത് ആ സംഖ്യയുടെ തൊട്ടടുത്ത സംഖ്യ 15ൻ്റെ തൊട്ടടുത്ത സംഖ്യ എന്ന് പറയുന്നത് എത്രയാണ്? 16 ആണ് അല്ലേ? 16നെ 8 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 16×8 എന്ന് പറയുന്നത് എത്രയാണ്? 128 ആണ്. അപ്പോൾ അവിടെ എത്രയാണ് കൂടുന്നത്? 120ഉം 8ഉം തമ്മിൽ 8 ആണ് കൂടുന്നത്. അപ്പോൾ 8 കൂടും എന്നവിടെ എഴുതി കൊടുക്കാം. ഓക്കെ, ഇനി രണ്ടാമത്തത് ഒരു സംഖ്യയെ 4 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 4172 എന്ന് ഉത്തരം കിട്ടും. ഓക്കെ, ഇനി ആ സംഖ്യയുടെ തൊട്ടടുത്ത സംഖ്യയെ 4 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? അപ്പോൾ 4 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും എന്നറിയാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ സംഖ്യയുടെ കൂടെ 4 കൂട്ടി നോക്കിയാൽ മതി അല്ലേ? അഥവാ 4172ൻ്റെ കൂടെ 4 കൂട്ടി നോക്കിയാൽ മതി. അപ്പോൾ എത്ര കിട്ടും? 4176 എന്ന് ഉത്തരം കിട്ടും. ഇനി ഒരു സംഖ്യ 7 കൊണ്ട് ഗുണിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഗുണിച്ചു കഴിഞ്ഞാൽ 238 എന്ന് കിട്ടും. ആ സംഖ്യയുടെ തൊട്ട് മുമ്പുള്ള സംഖ്യ 7 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? അപ്പോൾ എന്ത് ചെയ്താൽ മതി? തൊട്ട് മുമ്പുള്ള സംഖ്യ കാണാൻ വേണ്ടിയിട്ട് ഈ സംഖ്യയിൽ നിന്നും 7 കുറച്ചാൽ പോരെ? അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ഈ
238 നിന്നും 7 കുറച്ച് നോക്കുക, എത്ര കിട്ടും? 231 എന്ന് കിട്ടും. അപ്പോൾ ആ ഒരു സംഖ്യയാണ് ഇതിൽ നിന്നും 7 ഗുണിച്ചു കഴിഞ്ഞാലും കിട്ടുന്നത്, കുറച്ച് കഴിഞ്ഞാലും നമുക്ക് ആ ഉത്തരം തന്നെയാണ് കിട്ടാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. 110ാമത്തെ പേജാണ്. ഗ്രാമപഞ്ചായത്തിൻ്റെ സഹായമാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ. മിത്രയുടെ സ്കൂളിൽ ഗ്രാമപഞ്ചായത്ത് പുതിയ ഡെസ്കും കസേരയും എത്തിച്ചു. ഒരു ഡെസ്കിന് 4 കസേര വീതമാണ് കൊടുത്തത്. ഓരോ ഡെസ്കിനും 4 കസേര വീതം കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ ക്ലാസ്സിനും കൊടുത്ത ഡെസ്കിൻ്റെ എണ്ണം ചുവടെ എഴുതിയിരിക്കുന്നു. ആകെ എത്ര ഡെസ്കും കസേരയുമാണ് കൊടുത്തത് എന്ന് കണക്കാക്കണം. അപ്പോൾ ഇവിടെ 1ാം ക്ലാസ്സിൽ 8 ഡെസ്ക്, 2ാം ക്ലാസ്സിൽ 7 ഡെസ്ക്, 9ാം ക്ലാസ്സിൽ 3 എണ്ണം, 3ാം ക്ലാസ്സിൽ 9 എണ്ണം, 4ാം ക്ലാസ്സിൽ 5 എണ്ണം, ഈ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ആകെ എത്ര എണ്ണം ഉണ്ട് എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ കണക്കാക്കിയ രീതി എന്നുള്ളിടത്ത് നമുക്ക് എഴുതി കൊടുക്കാം. നമ്മൾ ഇതിനെ ഓരോന്നിനെയും കൂട്ടി നോക്കാം. 8 + 7 + 9 + 5 എല്ലാം കൂടെ കൂട്ടുക. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും 29 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഓരോ ഡെസ്കിനും എന്താണ് 4 ബെഞ്ച് വീതമാണ് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 29 ഡെസ്കാണ് ആകെ കിട്ടിയിട്ടുള്ളത്, ഓരോന്നിനും 4 വീതം. അപ്പോൾ 29 × 4 എന്ന് കണക്കാക്കുക. 20 × 4 പ്ലസ് എന്ത് ചെയ്യണം? 9 × 4 കണക്കാക്കണം. അപ്പോൾ 20 × 4 എന്ന് പറയുന്നത് എത്രയാണ്? 80 എന്ന് കിട്ടും. 9 × 4 എന്ന് പറയുന്നത് 36 ആണ്. 80ഉം 36ഉം കൂടെ കൂട്ടുമ്പോൾ 116 എന്ന് നമുക്ക് ഉത്തരമായിട്ട് കിട്ടുന്നതാണ്. ഇനി ചങ്ങാതി കണക്കാക്കിയ രീതി ചോദിക്കുന്നുണ്ട്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ഓരോന്ന് നോക്കാം. 8 × 4 എത്രയാണ്? 32. ഇനി അടുത്തത് ക്ലാസ് 2ൽ 7 എണ്ണമാണ് അല്ലേ? അപ്പോൾ 7 × 4 എന്ന് പറയുന്നത് എത്ര കിട്ടും? 28 എന്ന് കിട്ടും. ഇനി 3ാം ക്ലാസ്സിൽ 9 എണ്ണമാണ്. 9 × 4 എന്ന് പറയുന്നത് 36. 4ാം ക്ലാസ്സിൽ 5 എണ്ണമാണ്. 5 × 4 എന്ന് പറയുന്നത് 20. ഇനി എന്ത് ചെയ്താൽ മതി? ഇതൊക്കെ കൂടി കൂട്ടി നോക്കിയാൽ പോരെ? 32 + 28 + 36 + 20 ചെയ്തു നോക്കുക. എത്ര കിട്ടും? 116 എന്ന് കിട്ടും. അപ്പോൾ എങ്ങനെ പോയാലും ഉത്തരം ശരിയാണ്, പക്ഷേ നമ്മൾ ഓരോന്നും ഓരോ രീതിയിലാണ് കണക്കാക്കിയത് എന്ന് അർത്ഥം. അപ്പോൾ ആകെ എത്ര ഡെസ്കാണ് അവിടെ ഉള്ളത്? 29 എണ്ണമാണ്. കസാര എത്ര എണ്ണം ഉണ്ട്? കസാര 116 എണ്ണം ഉണ്ടായിരിക്കും. ഇനി ഒരു ഡെസ്കിന് പിറകിൽ 5 കസേര വീതം നിരത്താൻ എത്ര കസേര വേണ്ടി വരും? എങ്ങനെ കണക്കാക്കാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം 29 ഡെസ്കാണുള്ളത് അല്ലേ? ഇപ്പോൾ 29 5 എണ്ണം വീതം വേണമെങ്കിൽ എത്ര എണ്ണം ഉണ്ട് എന്ന് നമ്മൾ നോക്കിയാൽ പോരെ? അപ്പോൾ ആദ്യം നമുക്ക് 20 + 5 ചെയ്യാം. 20 × 5 പ്ലസ് എന്ത് ചെയ്യാം? 9 × 5 ചെയ്ത് നോക്കാം. 20 × 5 എന്ന് പറയുന്നത് 100 ആണ്. പ്ലസ് എന്ത് ചെയ്യാം? 9 × 5 എന്ന് പറയുന്നത് 45 ആണ്. അപ്പോൾ 145 കസേരകൾ വേണം. ഇവിടെ ഉള്ളത് 116 കസേരകൾ ആണ്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇനി അടുത്തത് നമുക്ക് അടുത്ത പേജിലേക്ക് കടക്കാം. 111ാമത്തെ പേജാണ്. ഓക്കെ, പാറ്റേൺ തുടരൂ, സംഖ്യാബന്ധം കണ്ടുപിടിക്കൂ എന്നുള്ളതാണ്. 1 × 9 എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണല്ലേ? അതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 10 കിട്ടും. 2 × 9 എന്ന് പറയുന്നത് 18 ആണ്. 18ൻ്റെ കൂടെ 2 കൂട്ടിക്കഴിഞ്ഞാൽ 20 കിട്ടും. 3 × 9 എന്ന് പറയുന്നത് 27 ആണ്. അതിൻ്റെ കൂടെ 3 കൂട്ടിക്കഴിഞ്ഞാൽ 30 കിട്ടും. ഇനി ഈ പാറ്റേൺ ബാക്കിയുള്ളത് എഴുതി കൊടുക്കാം. 4 × 9 പ്ലസ് എത്രയാണ്? 4. എത്ര കിട്ടും? 40 എന്ന് കിട്ടും. ഇനി 5 × 9 പ്ലസ് 5 45ഉം 5ഉം കൂടെ 50 എന്ന് കിട്ടും. ഇനി 6 × 9 പ്ലസ് 5 6 × 9 പ്ലസ് 5 5 അല്ല 6 എന്ന് പറയുന്നത് എത്രയാണ്? 60 എന്ന് ഉത്തരം കിട്ടും. ഇനി 7 × 9 പ്ലസ് 7 എത്ര കിട്ടും? 70 എന്ന് കിട്ടും. 8 × 9 പ്ലസ് 8 80 എന്ന് ഉത്തരം കിട്ടും. 9 × 9 പ്ലസ് 9 എന്ന് പറയുന്നത് എത്രയാണ്? 81ഉം 9ഉം 90 എന്ന് കിട്ടും. 10 × 9 എന്ന് പറയുന്നത് എത്രയാണ്? 10
അതിൻ്റെ കൂടെ 10 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 100 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ ഇവിടെ ഞാൻ കണ്ടുപിടിച്ച കാര്യം എന്ന് പറയുന്നത് ഏതാണ്? ഏതെങ്കിലും ഒരു സംഖ്യയെ 9 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ അതേ സംഖ്യ കൂട്ടിക്കഴിഞ്ഞാൽ ആ സംഖ്യയുടെ 10 മടങ്ങ് നമുക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ 9 എന്ന് പറയുന്ന സംഖ്യ, ആ സംഖ്യയെ ഏതുകൊണ്ടാണ് ഗുണിക്കുന്നത്? നമ്മൾ 8 കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ ആ 8ഉം കൂടെ നമ്മൾ കൂട്ടി നോക്കുമ്പോൾ അതിൻ്റെ 10 മടങ്ങായിട്ടുള്ള 80 എന്നുള്ളത് കിട്ടുന്നു എന്നാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ എഴുതി കൊടുക്കുക, ഏതെങ്കിലും ഒരു സംഖ്യയെ 9 കൊണ്ട് ഗുണിച്ച് അതേ സംഖ്യ കൂട്ടിയാൽ ആ സംഖ്യയുടെ 10 മടങ്ങ് നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് എഴുതി കൊടുക്കാം. ഓക്കെ, അടുത്തത് ഈ സംഖ്യാ പാറ്റേൺ ഉപയോഗിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയുടെ ഉത്തരം കണക്കാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? 15 × 9 + 15 എന്ന് പറയുന്നത് എത്രയാണ്? 150 ആയിരിക്കും അല്ലേ? 150 ആയിരിക്കും. 43 × 9ൻ്റെ കൂടെ 43 കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 430 എന്നുള്ളതിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഇനി 78 × 9 എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ 78ഉം കൂടെ കൂട്ടുമ്പോൾ 780 നമുക്ക് ഉത്തരമായിട്ട് കിട്ടേണ്ടതാണ്. ഇനി അടുത്തത് 66 × 9 + 66 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 660 ആയിരിക്കും. 10 കൊണ്ടും 20 കൊണ്ടും ഗുണിക്കാനുള്ള എളുപ്പ വഴി കണ്ടെത്തി ഈ പട്ടിക പൂർത്തിയാക്കാനാണ് അടുത്തതായിട്ട് നമ്മളെടുത്ത് പറയുന്നത്. ഇവിടെ തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? 10 × 10 എന്ന് പറയുന്നത് 100 ആണ് അല്ലേ? 11 × 10 എന്ന് പറയുന്നത് എത്രയാണ്? 110 ആണ്. 13 × 10 എന്ന് പറയുന്നത് എത്രയാണ്? 130 ആണ്. കാരണം 13ൻ്റെ കൂടെ 0 കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 16 × 10 എന്ന് പറയുന്നത് 160 ആണ്. 19 × 10 എന്ന് പറയുന്നത് 190 ആണ്. ഇങ്ങനെ നമുക്ക് വേറെ ഏത് എഴുതാൻ വേണ്ടി പറ്റും? 15 × 10 എന്ന് എഴുതാം അല്ലേ? 15 × 10 = 150 ആണ്. അതുപോലെ തന്നെ 21 × 10 എന്ന് പറയുന്നത് 210 ആണ്. 23 × 10 എന്ന് പറയുന്നത് 230 ആണ്. 46 × 10 എന്ന് പറയുന്നത് 460 ആണ്. ഏതൊരു സംഖ്യ എടുത്ത് 10ൻ്റെ കൂടെ ഗുണിച്ചാലും നമ്മൾ ഇത് ചെയ്താൽ മതി, ആ സംഖ്യയുടെ കൂടെ ഒരു 0 കൂട്ടിക്കൊടുത്താൽ മതി. ഇനി ഇത് 100 ആണെങ്കിൽ 2 0 കൂട്ടണം എന്ന് അർത്ഥം. ഇനി 10 × 20 എന്ന് പറയുന്നത് എത്രയാണ്? 10 × 20 എന്ന് പറയുന്നത് 200 ആണല്ലേ? അങ്ങനെയാണെങ്കിൽ 11 × 20 എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ 11 × 2 എന്ന് പറയുന്നത് 22 ആണല്ലേ? അപ്പോൾ അതിൻ്റെ കൂടെ 0 കൂടെ കൂട്ടി കൊടുത്താൽ മതി. 13 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 26 ആണ്. അപ്പോൾ 26ൻ്റെ കൂടെ നമ്മൾ എന്ത് കൊടുക്കണം? ഒരു 0 കൂടെ കൂട്ടിക്കൊടുക്കണം. 16 × 2 എന്ന് പറയുന്നത് 32 ആണ്. അതുകൊണ്ട് 16 × 20 എന്ന് പറയുന്നത് 320 ആണ്. 19 × 2 എന്ന് പറയുന്നത് 38 ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 0 കൂടെ കൂട്ടി 380 ആയിട്ട് മാറും. ഇനി 22 × 20 ചെയ്തു നോക്കാം. 22 × 20 എന്ന് പറയുന്നത് 440 ആണ്. അടുത്തത് നമുക്ക് 15 × 20 ചെയ്യാം. 15 × 20 15 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 30 ആണല്ലേ? അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? 300 ആയിരിക്കും. ഇനി അടുത്തത് 25 × 20 25 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 50 ആണ്. അപ്പോൾ ഇവിടെ 500 ആയിട്ട് മാറും. ഇനി 18 × 2 18 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 36 ആണ്. അതിൻ്റെ കൂടെ 18 × 20 ആകുമ്പോൾ 360 ആയിട്ട് മാറും. അടുത്തത് 10 × 10 ആണ് നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ളത്. 10 × 10 എന്ന് പറയുന്നത് എത്രയാണ് കൂട്ടുകാരെ? 100 ആണല്ലേ? നമുക്കറിയാവുന്നതാണ് 10 × 10 എന്ന് പറയുന്നത് 100 ആണ്. 20 × 20 അപ്പോൾ എത്രയായിരിക്കും? 2 × 2 4 ആണ്. അതുകൊണ്ട് 400 ആയിട്ട് മാറും. 30 × 30 3 × 3 എത്രയാണ്? 9 ആണ്. ഇവിടെ 2 0 ഉണ്ട്. അപ്പോൾ 900 ആയിട്ട് മാറും. 4 × 4 16 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? അതിൻ്റെ കൂടെ 2 0 കൂടെ കൂട്ടുക, 1600 ആയിട്ട് മാറും. 50 × 50 5 × 5 10 ആണ്. അതിൻ്റെ കൂടെ 2 0 കൂടെ കൂട്ടുക, അപ്പോൾ എത്രയാവും? 1000 ആയിട്ട് 5 × 5 25 ആണല്ലേ? 25 ആണ്. അതിൻ്റെ കൂടെ 2 0 കൂട്ടുക, 2500 എന്ന് കിട്ടും. അടുത്തത് നമുക്ക് 60 × 60 നോക്കാം. 6 എത്രയാണ്? 6 36 ആണല്ലേ? അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക? 2 0 കൂടെ കൂട്ടുക, അപ്പോൾ 3600 എന്ന് കിട്ടും. ഇനി 70 × 70 7 × 7 എത്രയാണ്? 49 49ൻ്റെ കൂടെ 2 0 കൂട്ടുക, 4900 എന്ന് കിട്ടും. ഇനി 80 × 80 ആണല്ലേ? 8 × 8 എന്ന് പറയുന്നത് 64 ആണ്. 64ൻ്റെ കൂടെ 2 0 കൂട്ടുക, 6400 എന്ന് കിട്ടും. 90 × 90 9 × 9 എത്രയാണ്? 81. അതിൻ്റെ കൂടെ 2 0 കൂട്ടുക, അപ്പോൾ 8100 എന്ന് കിട്ടും.
ഇനി ഇതുപോലെ 30, 40, 50 എന്നീ സംഖ്യകൾ കൊണ്ട് എങ്ങനെ എളുപ്പത്തിൽ ഗുണിക്കാമെന്ന് കണ്ടുപിടിച്ച് നോട്ട് പുസ്തകത്തിൽ എഴുതാൻ വേണ്ടി നമ്മളെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക, അതേപോലെ ഈ ഒരു 30, 40, 50 എന്നിവ വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇപ്പോൾ 30 വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത് എന്ന് വിചാരിക്കാം. ഓക്കെ, 30 വെച്ചുകൊണ്ടാണെങ്കിൽ അവിടെ 10 × 30 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10 × 30 300 ആയിരിക്കും. ഇനി 11 × 30 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3 × 11 എന്ന് പറയുന്നത് എത്രയാണ്? 33 ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ 33ൻ്റെ കൂടെ ഒരു 0 കൂടെ എഴുതി ചേർക്കുക. അതുപോലെ തന്നെ 21 × 30 എന്ന് പറയുന്നത് 21 × 3 എന്ന് പറയുന്നത് 63 ആണ്. അതിൻ്റെ കൂടെ 0 ഇട്ട് കൊടുക്കുക. ഇനി 20 × 30 ആണെങ്കിലോ 20 × 30 എന്ന് പറയുന്നത് 600 ആണ്. അങ്ങനെ നിങ്ങൾ ജസ്റ്റ് ചെയ്ത് നോക്കുക. ഇനി വേണമെങ്കിൽ ഒരെണ്ണം കൂടെ പറഞ്ഞു തരാം. 40 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, 10 × 40 എന്ന് പറയുന്നത് എത്രയാണ്? 1 × 4 40 ആണ്. 10 × 40 എന്ന് പറയുന്നത് 400 എന്ന് കിട്ടും. ഓക്കെ, 10 × 40 ആണ് കേട്ടോ. ഇനി 20 × 40 ആണെങ്കിലോ, അപ്പോൾ നമ്മൾ നോക്കുക, 2 × 4 എന്ന് പറയുന്നത് 80 ആണല്ലേ. അപ്പോൾ എത്ര കിട്ടും? 800 എന്ന് ഉത്തരം കിട്ടും. ഇനി 21 × 40 ആണെങ്കിൽ 21 × 40 ആണെങ്കിൽ അത് 840 എന്ന് ഉത്തരം കിട്ടും. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, 50 വെച്ചിട്ടും ഇതേപോലെ ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് കിടക്കാം. അടുത്തത് 112ാമത്തെ പേജാണ്. പൂരിപ്പിക്കൂ, ബന്ധം കണ്ടെത്തൂ എന്നുള്ളതാണ് അടുത്ത പ്രവർത്തനമായിട്ട് വരുന്നത്. ഇവിടെ 1 × 8 എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണല്ലേ. അപ്പോൾ 8ൻ്റെ ഗുണനപ്പട്ടികയാണ് ആദ്യം എഴുതേണ്ടത്. നമ്മൾ ഇവിടെ പറയുന്നുണ്ട് 1 × 8 എന്ന് പറയുന്നത് +1 × 6 = 1 × 14 എന്നതിന് തുല്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് 1 × 8 എന്നുള്ളത് ഇത് പൂരിപ്പിക്കാം. 1 × 8 8 ആണ്. അതുപോലെ തന്നെ 2 × 8 എന്ന് പറയുന്നത് 16 ആണ്. അടുത്തത് എഴുതി കൊടുക്കാം. 3 × 8 3 × 8 എന്ന് പറയുന്നത് 24 വരും. 4 × 8 = 32. 5 × 8 = 40. 6 × 8 = 48. 7 × 8 സമം എത്രയാണ്? 56. 8 × 8 സമം 64. 9 × 8 സമം എത്രയാണ്? 72. 10 × 8 നമുക്കറിയാം 80 ആണ് എന്നുള്ളത് നമുക്ക് വളരെ ഈസി ആയിട്ട് അറിയാം അല്ലേ. ഇനി ഇപ്പുറത്തെ സൈഡിൽ നോക്കൂ. 1 × 6 സമം 6. 2 × 6 സമം 12. അപ്പോൾ നമുക്കിവിടെ 6ൻ്റെ ടേബിളാണ് എഴുതേണ്ടത്. 3 × 6 എന്ന് പറയുന്നത് എത്രയാണ്? 18. 4 × 6 സമം 24. 5 × 6 സമം 30. 6 × 6 സമം 36. 7 × 6 സമം 42. 8 × 6 സമം 48. 9 × 6 സമം 54. 10 × 6 സമം 60. ഓക്കെ, ഇനി താഴെയുള്ളത് നോക്കാം. 1 × 9 9. 2 × 9 18. 3 × 9 സമം 27. 4 × 9 സമം 36. 5 × 9 സമം 45. 6 × 9 സമം 54. 7 × 9 സമം 63. 8 × 9 സമം 72. 9 × 9 സമം 81. 10 × 9 90. ഇനി 1 × 5 5. 2 × 5 10. 3 × 5 15. 4 × 5 20. 5 × 5 25. 6 × 5 30. 7 × 5 35. 8 × 5 40. 9 × 5 45. 10 × 5 50. ഓക്കെ, ഇത്രയും നമുക്ക് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി അതിൻ്റെ ഇടയിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 2 × 8 + 2 × 6 = 2 × 14 ആണ്. അഥവാ ഇവിടെ നിന്നും കിട്ടിക്കഴിഞ്ഞാൽ 1 × 8 എന്ന് പറയുന്നത് 8 തന്നെയാണ് അല്ലേ. +1 × 6, ഈ 1 × 6 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 14 എന്ന് കിട്ടും. അഥവാ 8 + 6 എന്ന് പറയുന്നത് 14 ആണ് അല്ലേ. ഇനി
അടുത്തത് നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത് 2 × 8 16ഉം 2 × 6 ആയ ഈ 12ഉം ഇതും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2 × 14 ആയിട്ടുള്ള 28 എന്നുള്ളത് കിട്ടും. അപ്പോൾ അടുത്തത് നമുക്ക് എങ്ങനെ കിട്ടേണ്ടതാണ്? ഈ 24ഉം 18ഉം കൂടെ കൂട്ടേണ്ടതാണ് അല്ലേ? അഥവാ 3 × 8 പ്ലസ് 3 × 6 എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് താഴത്തുള്ളത് ഇതേ രീതിയിൽ എഴുതാം. 1 × 14 14, 2 × 14 28. ഇനി നമുക്ക് എന്ത് കൂട്ടണം? 24ഉം 18ഉം കൂടെ കൂട്ടിയിട്ടുള്ളത് അല്ലേ? അപ്പോൾ എത്രയാണ്? 42 അഥവാ 3 × 14 എന്ന് പറയുന്നത് 42 എന്ന് കിട്ടും. ഇനി 4 × 14 എന്ന് പറയുന്നത് എത്രയാണ്? 4 × 14 56. ഇനി 5 × 14 എന്ന് പറയുന്നത് 70. 6 × 14 എന്ന് പറയുന്നത് 84. 7 × 14 എന്ന് പറയുന്നത് 98. 8 × 14 എന്ന് പറയുന്നത് എത്രയാണ്? 112. 9 × 14 എന്ന് പറയുന്നത് 126. 10 × 14 140. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു അല്ലേ എങ്ങനെയാണ് ബന്ധം എന്നുള്ളത്. താഴെയും 1 × 9 പ്ലസ് 1 × 5 എന്ന് പറയുന്നത് 1 × 14 തുല്യമാണ്. അഥവാ 9 5ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 14 കിട്ടും. അപ്പോൾ നമുക്ക് 2 × 14 എന്ന് പറയുന്നത് 18ഉം 10ഉം കൂടെ കൂട്ടിയിട്ടുള്ള 28 എന്നുള്ളതാണ്. 3 × 14 എന്ന് പറയുന്നത് 27ഉം ഈ 15 കൂടെ കൂട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്ത് മനസ്സിലായി? ഇതിൽ നിന്നും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അല്ലേ? ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 9ഉം 5ൻ്റെയും ഗുണിതങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ 14ൻ്റെ ഗുണിതമായിട്ട് ഉത്തരം കിട്ടുന്നു. 8ഉം 16ഉം കൂടെ അതിൻ്റെ ഗുണിതങ്ങൾ കൂട്ടുമ്പോൾ നമുക്ക് 14ൻ്റെ ഗുണിതങ്ങളായിട്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഇതിലൂടെ സാധിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് അടുത്ത പേജിലേക്ക് കിടക്കാം. അടുത്ത പേജ് എന്ന് പറയുന്നത് 113ാമത്തെ പേജാണ്. സ്കൂൾ സ്റ്റോറിൽ നിന്നും ഓരോ ക്ലാസ്സിലെയും കുട്ടികൾ വാങ്ങിയ സാധനങ്ങളുടെ ബില്ല് നോക്കൂ, ബില്ല് പൂരിപ്പിക്കൂ. എന്തൊക്കെയാണ് സാധനങ്ങൾ? അവിടെ ഒന്നാമത്തെ ബില്ല്, രണ്ടാമത്തെ ബില്ല്, 2 ബില്ല് കൊടുത്തിട്ടുണ്ട് അല്ലേ? സാധനങ്ങളുടെ വില പട്ടിക കൊടുത്തിട്ടുണ്ട്. പെൻസിൽ കട്ടർ, റബ്ബർ കട്ട, പെൻസിൽ, സ്കെയിൽ, നോട്ട്ബുക്ക്, പേന, ബ്രഷ്, ബോക്സ്, കത്രിക, ഇത്രയും സാധനങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തെ ബില്ലിൽ വാങ്ങിച്ചിട്ടുള്ളത് എന്തൊക്കെയാണെന്നും അത് കൂട്ടി അതിൻ്റെ എമൗണ്ട് എത്രയാണെന്നും നമുക്ക് കണക്കാക്കണം. അതേപോലെ തന്നെ 2ഉം കണക്കാക്കണം. അടുത്തതിൽ 2 ബില്ലും കൂടെ ഉണ്ട്, അതും കൂടെ നമ്മൾ ഉത്തരം കണക്കാക്കേണ്ടതാണ്. അപ്പോൾ ഒന്നാമത്തേതിൽ വാങ്ങിച്ചിട്ടുള്ളത് ഒരു ബോക്സ് ആണ്. 2 ബോക്സ് വാങ്ങിച്ചു. ഒരു ബോക്സിന് 25 രൂപയാണ്. അപ്പോൾ എങ്ങനെ കണക്കാക്കും? 2 × 25 ചെയ്യണം അല്ലേ? 2 × 25 എന്ന് പറയുന്നത് 50 രൂപയാണ്. സ്കെയിൽ 4 എണ്ണം വാങ്ങിച്ചു. ഒരു സ്കെയിലിൽ 12 രൂപയാണ് അല്ലേ? അപ്പോൾ 4 × 12 ചെയ്ത് നോക്കുക. 4 × 12 എന്ന് പറയുന്നത് 48. അപ്പോൾ 50ഉം 48ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടുമെന്ന് നോക്കുക. ഇവിടെ 8 എന്ന് വരും. 5ഉം 4ഉം 9. 98 രൂപയാണ് ഒന്നാമത്തെ ബില്ല് പ്രകാരം ചിലവായിട്ടുള്ളത്. രണ്ടാമത്തേതിന് പെൻസിൽ എണ്ണം കൊടുത്തിട്ടില്ല, 3 രൂപയാണെന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ എത്ര എണ്ണം വാങ്ങിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് നമ്മളവിടെ കണക്കാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എത്ര എണ്ണം വാങ്ങിച്ചിട്ടുണ്ടാവും നോക്കാം. 35 രൂപയാണ് ടോട്ടൽ ചിലവായിട്ടുള്ളത്. അപ്പോൾ 7 പെൻസിൽ വാങ്ങിച്ചിട്ടുണ്ടാവും. 7 × 3 എന്ന് പറയുന്നത് 21 രൂപയാണ്. ഇനി 7 രൂപയാണ് നമ്മുടെ ബ്രഷിൻ്റെ വില. 2 ബ്രഷ് വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. 2 × 7 14ആണ്. 21ഉം 14ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 35 എന്ന് ഉത്തരമായിട്ട് കിട്ടുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത മൂന്നാമത്തെ ബില്ലിലേക്ക് കടക്കാം. മൂന്നാമത്തെ ബില്ലാണ് ഇവിടെ. നോട്ട് ബുക്ക് 15 രൂപയാണ്. 90 രൂപക്കാണ് സാധനം വാങ്ങിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 90 ആകുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ ക്രമീകരിക്കണം. അപ്പോൾ നോട്ട് പുസ്തകത്തിൽ 4 എണ്ണമാണ് മേടിച്ചത്. 4 എണ്ണം 15 രൂപ. 4 × 15 എന്ന് പറയുന്നത് 60 രൂപ ചിലവായിട്ടുണ്ടാകും. ബാക്കി എത്രയാണുള്ളത്? 30 രൂപയാണുള്ളത്. ഒരു പെൻസിലിൻ്റെ വില 3 രൂപയാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ എത്ര പെൻസിൽ വാങ്ങിച്ചിട്ടുണ്ടാവും? 10 പെൻസിൽ വാങ്ങിച്ചിട്ടുണ്ടാവും. അഥവാ 10 × 3 ആണ് 30 എന്ന് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ 90 നമുക്ക് ആകെ കിട്ടുന്നതാണ്. ബില്ല് 4 ആണ്. സ്കെയിൽ വാങ്ങിച്ചു, പേന വാങ്ങിച്ചു, റബ്ബർ കട്ട വാങ്ങിച്ചു അല്ലേ? ആകെ 100 രൂപയാണ് ആയിട്ടുള്ളത്. 12 രൂപയ്ക്ക് എത്ര എണ്ണം വാങ്ങിച്ചിട്ടുണ്ടാവും? 2 എണ്ണം വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. 2 സ്കെയിൽ വാങ്ങിച്ചു. 2 × 12 എന്ന് പറയുന്നത് 24 രൂപ ചിലവായി. 6 രൂപയാണ് പേനയ്ക്ക്. 10 പേന വാങ്ങിച്ചു. 10 × 6 എന്ന് പറയുന്നത് 60 ആയി. ഇപ്പോൾ എത്രയായി? 84 രൂപയായി അല്ലേ? ബാക്കി എത്ര രൂപയാണുള്ളത്? 16 രൂപ
രൂപയാണുള്ളത്. 16 രൂപയ്ക്ക് എത്ര 2 രൂപയുടെ കിട്ടും? 8 എണ്ണം കിട്ടും അല്ലേ. അപ്പോൾ 8 × 2 എന്ന് പറയുന്നത് 16 ആണ്. അപ്പോൾ 100 രൂപയ്ക്ക് എന്ത് വാങ്ങിച്ചു? മൂന്നാമത്തെ ബില്ലിൽ ആൾ ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും. ഇനി അടുത്തത്, ജ്വാല 100 രൂപയ്ക്ക് 4 സാധനം വാങ്ങിയത് എന്തൊക്കെയാകും? ഓരോന്നും എത്ര എണ്ണം വീതമാക്കാം ബില്ല് നോട്ട്ബുക്കിൽ തയ്യാറാക്കാനാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഇവിടെ പറഞ്ഞു തരാം. ബോക്സ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ബോക്സ് വാങ്ങിച്ചു. നമ്മുടെ ജ്വാല ബോക്സ് വാങ്ങിച്ചു. ബോക്സ് എത്ര വാങ്ങി? ഒരു 2 ബോക്സ് വാങ്ങി. 2 × 25 എന്ന് പറയുന്നത് 50 രൂപയായല്ലേ. ഇനി എന്താണ്? ഇനി അടുത്തത് സ്കെയിൽ വാങ്ങിയെന്ന് വിചാരിക്കുക. സ്കെയിലിന് 3 രൂപയാണ്. 3 × 12 ചെയ്ത് നോക്കുക. ഓക്കെ, 3 × 12 എന്ന് പറയുന്നത് എത്ര രൂപയായി? 36 രൂപയായി. ഇനി അടുത്തതായിട്ട് ഒരു പെൻസിൽ കട്ടറാണ് വാങ്ങിച്ചിട്ടുള്ളത്. പെൻസിൽ കട്ടറിന് എത്ര വാങ്ങിച്ച്? 5 എണ്ണം വാങ്ങിച്ചു. 1 രൂപയാണ്. 5 × 1 5 രൂപ ചിലവായി. ഇനി പെൻസിൽ വാങ്ങിച്ചു. ഇത് പെൻസിൽ കട്ടയാണ്, കട്ടർ. ഇത് പെൻസിൽ വാങ്ങിച്ചു. 3 പെൻസിൽ വാങ്ങിച്ചു. ഒരെണ്ണത്തിന് 3 രൂപ. 3 × 3 9. ഇനി ഈ എന്ത് ചെയ്യുക? ഈ 50ഉം അതുപോലെ തന്നെ 36ഉം 5ഉം 9ഉം കൂടെ കൂട്ടി നോക്കുക. അപ്പോൾ എത്രയാണ് ഉത്തരം കിട്ടുന്നത് എന്ന് നോക്കുക. 100 ആയിരിക്കും എന്നാണ് 100 ആയിരിക്കും. അപ്പോൾ കൂട്ടുകാർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക 100 കറക്റ്റ് അല്ലേ എന്നുള്ളതൊന്ന് നോക്കുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം. ഇവിടെ പസിൽ കോർണർ ആണുള്ളത്. ആദിയുടെ സമ്പാദ്യപ്പെട്ടിയാണ്. ആദിയുടെ ജന്മദിനത്തിൽ മുത്തശ്ശി സമ്പാദ്യപ്പെട്ടിയിലേക്ക് 1 രൂപയാണ് കൊടുത്തത്. ആദ്യ ദിവസം കിട്ടിയ രൂപയുടെ ഇരട്ടിയാണ് 2ാം ദിവസം കിട്ടിയത്. 2ാം ദിവസം കിട്ടിയ രൂപയുടെ ഇരട്ടിയാണ് 3ാം ദിവസം കിട്ടിയത്. ഇങ്ങനെ തുടർന്നാൽ 7 ദിവസം കഴിയുമ്പോൾ സമ്പാദ്യപ്പെട്ടിയിൽ എത്ര രൂപയുണ്ടാകും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ദിവസം ആദിക്ക് എന്ത് കിട്ടി? 1 രൂപ കിട്ടി അല്ലേ. 2ാമത്തെ ദിവസം അതിൻ്റെ ഇരട്ടിയായ 2 രൂപ കിട്ടി. 3ാമത്തെ ദിവസത്തിലേക്ക് എത്തിയപ്പോൾ ഇതെന്തായി? 4 രൂപയായിട്ട് മാറി. 5ാമത്തെ ദിവസം എത്തിയപ്പോൾ 8 രൂപയായിട്ട് മാറി. 6ാമത്തെ ദിവസം എത്തിയപ്പോൾ 4ാമത്തെ ദിവസം അല്ലേ. 5ാമത്തെ ദിവസം എത്തിയപ്പോൾ 8 ഉള്ളത് 16 രൂപയായി. 6ാമത്തെ ദിവസം എത്തിയപ്പോൾ ഇത് 32 രൂപയായി. 7ാമത്തെ ദിവസം എത്തിയപ്പോൾ 64 രൂപയാണ് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്യുക? ഇതെല്ലാം കൂടി കൂട്ടുകാർ ഒന്ന് കൂട്ടി നോക്കുക. അപ്പോൾ മനസ്സിലാവും എത്ര രൂപയാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത്. ആകെ എത്ര ഉള്ളത്? ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത് 1 രൂപ അല്ലേ. അപ്പോൾ ആദ്യത്തെ ദിവസത്തെ 1 രൂപ. 2ാമത്തെ ദിവസം കിട്ടിയത് 2 രൂപ. അപ്പോൾ 3 ആയി. പിന്നെ 3ാമത്തെ ദിവസം കിട്ടിയത് 4 രൂപ. അപ്പോൾ എത്രയായി? 3 × 4 7 ആയി. പിന്നെ 4ാമത്തെ ദിവസം കിട്ടിയിട്ടുള്ളത് 8 രൂപയായിരുന്നു. 5ാമത്തെ ദിവസം കിട്ടിയിട്ടുള്ളത് 16 രൂപയാണ്. അതിനുശേഷം 6ാമത്തെ ദിവസത്തിലേക്ക് വന്നപ്പോൾ അത് 32 രൂപയായിട്ട് മാറി. 7ാമത്തെ ദിവസത്തിലേക്ക് മാറിയപ്പോൾ 64 രൂപയായിട്ട് മാറി. അപ്പോൾ എത്രയായി? ആകെ 127 രൂപയാണ് കിട്ടിയിട്ടുണ്ടാവുക. 127 രൂപ. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് പസിൽ പോലെ ഒന്ന് കളിക്കാനുള്ളതാണ്. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. അടുത്തത് 115ാമത്തെ പേജിയാണ്. പെൻസിൽ വെട്ടി എന്നുള്ളതാണ് അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത്. മിൻഹ 5 പെൻസിൽ വീതം ഒരു പാക്കറ്റിലാക്കി. 5 പെൻസിൽ വീതമാണ് ഓരോ പാക്കറ്റിലാക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരം 4 പാക്കറ്റ് ഒരു പെട്ടിയിലാക്കി നന്മ സ്റ്റോറിൽ 6 പെട്ടിയും മേന്മ സ്റ്റോറിൽ 4 പെട്ടിയും കൊടുത്തു. ആകെ എത്ര പെൻസിലാണ് കൊടുത്തത്? ഒരു പെൻസിലിന് 5 രൂപയാണ് വില. മിൻഹയ്ക്ക് എത്ര രൂപ കിട്ടി എന്നാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം ഒരു പാക്കറ്റിലുള്ള പെൻസിൽ എത്രയാണ്? 5 പെൻസിലാണുള്ളത് അല്ലേ. അപ്പോൾ ഒരു പെട്ടിയിലുള്ള പെൻസിൽ കണക്കാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 5നെ 4 കൊണ്ട് ഗുണിച്ച് നോക്കുക. 5 × 4 എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ അവിടെ ഒരു പെട്ടിയിലുള്ള പെൻസിൽ 20 പെൻസിലാണ് ഉണ്ടായിരിക്കുക. നന്മ സ്റ്റോറിൽ എത്ര എണ്ണം കൊടുത്തു? 6 എണ്ണം കൊടുത്തു അല്ലേ. അപ്പോൾ ഒരെണ്ണത്തിൽ 20 എണ്ണം. 20 × 6 എന്ന് പറയുന്നത് 120 എണ്ണം. 120 പെൻസിലാണ് നന്മ സ്റ്റോറിൽ കൊടുത്തിട്ടുള്ളത്. ഇനി മേന്മ സ്റ്റോറിൽ എത്തിയപ്പോൾ അവിടെ 4 എണ്ണമാണ് കൊടുത്തത്. അപ്പോൾ 20 × 4 എന്ന് പറയുന്നത് എത്രയാണ്? 2 × 4 8 ആണ്. 8ൻ്റെ കൂടെ 0 ഇട്ട് കൊടുക്കുക, 80 എന്ന് കിട്ടും. അപ്പോൾ മിൻഹയ്ക്ക് കിട്ടിയ രൂപ എന്ന് പറയുന്നത് എത്രയാണെന്നാണ് നമ്മൾ ഇനി കണക്കാക്കേണ്ടത്. അപ്പോൾ നമുക്ക് മനസ്സിലായി മേന്മ സ്റ്റോറിൽ നിന്നും 120 എണ്ണം അല്ലേ, 120 പെൻസിലാണ് കൊടുത്തത്. അതുപോലെ തന്നെ മേന്മ സ്റ്റോറിൽ കൊടുത്തത് 80 ആണല്ലേ. അപ്പോൾ 120 + 80 എന്ന് പറയുന്നത് എത്രയാണ്? 200 എണ്ണമാണ്. അപ്പോൾ ഒരെണ്ണത്തിന് നമ്മൾ പറഞ്ഞു
5 അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 200 × 5 ചെയ്താൽ മതി. 2 × 5 എന്ന് പറയുന്നത് എത്രയാണ്? 10 10 കഴിഞ്ഞാൽ 2 പൂജ്യം കൂടെ ഇട്ട് കൊടുക്കുക. 1000 രൂപയാണ് മിൻഹക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചെയ്ത് കണക്കാക്കിയ രീതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യാം. ഇനി ഇതല്ലാതെ വേറൊരു വഴിയിലും നമുക്ക് ചെയ്യാം. 120 നമുക്ക് എന്ത് ചെയ്താൽ മതി? 5 കൊണ്ട് ഗുണിച്ചു നോക്കുക. അപ്പോൾ 600 എന്ന് കിട്ടും. ബാക്കി എത്രയാണുള്ളത്? 80. 80 × 5 എന്ന് പറയുന്നത് എത്രയാണ്? 8 × 5 എന്ന് പറയുന്നത് 40 ആണ്. 0 ഇട്ട് കൊടുക്കുക. 400 എന്ന് കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ 600ഉം ഈ 400ഉം കൂടെ കൂട്ടി നോക്കുക. അപ്പോൾ 1000 എന്നുള്ളത് നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ മിൻഹക്ക് കിട്ടിയ രൂപ എന്ന് പറയുന്നത് 1000 ആണ്. ആ 1000 അവിടെ എഴുതി കൊടുക്കുകയും കൂടെ ചെയ്യാം. ഓക്കെ, ഈസിയാണ്. ജസ്റ്റ് നിങ്ങൾ ഒന്ന് കൂട്ടുകയും അതുപോലെ തന്നെ ഗുണിക്കുകയും ചെയ്താൽ മാത്രം മതി. ഇനി അടുത്തത് നമുക്ക് നോക്കാം. ഇവിടെയും ഒരു പസിൽ കോർണർ ആണുള്ളത്. മിൻഹയുടെ 2 കൈയിലും പെൻസിലുണ്ട്. ഓക്കെ, 2 കൈയിലുണ്ട്. ഇടത് കൈയിൽ നിന്നും ഒരു പെൻസിൽ എടുത്ത് വലതു കൈയിൽ വെച്ചപ്പോൾ അതിലെ എണ്ണം ഇടതു കൈയിലെ എണ്ണത്തിൻ്റെ ഇരട്ടിയായിട്ട് മാറി. വലതു കൈയിലെ ഒരു പെൻസിൽ എടുത്ത് ഇടതു കൈയിൽ വെച്ചപ്പോൾ 2 കൈകളിലെയും പെൻസിലിൻ്റെ എണ്ണം തുല്യം. മിൻഹയുടെ ഓരോ കൈയിലും എത്ര പെൻസിലുണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇടത് കൈയിലുള്ള പെൻസിൽ എത്രയാണ്? ഇടത് കൈയിൽ എത്ര എണ്ണം ഉണ്ടായിരിക്കും? 5 പെൻസിൽ ഉണ്ട്. അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. വലതു കൈയിൽ 7 പെൻസിലാണ് ഉള്ളത്. അഥവാ 5 പെൻസിൽ ഉണ്ടായിരുന്നു, അവിടുന്ന് ഒരെണ്ണം എങ്ങോട്ടെടുത്തു? ഇടത് കൈയിലേക്ക് വെച്ചു. ഓക്കെ, 5 പെൻസിൽ ഉണ്ടായിരുന്നു, അതിൽ നിന്നും ഒരെണ്ണം എങ്ങോട്ടെടുത്തു? ഇടത് കൈയിലേക്ക് വെച്ചു. അപ്പോൾ ഇവിടെ 4 പെൻസിലായി. ഈ 4 പെൻസിലിൻ്റെ ഡബിൾ ആയിരുന്നു എവിടെ ഉണ്ടായിരുന്നത്? ഈ വലതു കൈയിലുണ്ടായിരുന്നത്, അഥവാ 8 ആണ്. ഇവിടെ 7 ആയിരുന്നു ഉണ്ടായിരുന്നത്, അതിൻ്റെ കൂടെ ഒരെണ്ണം വന്നപ്പോൾ അവിടെ 8 ആയിട്ട് മാറി. ഇനി അടുത്തത് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇടത് കൈയിലെ ഒരു പെൻസിലിൽ നിന്നും ഒരെണ്ണം ഇങ്ങോട്ട് വെച്ചപ്പോൾ എന്താണ്? അവിടെയും ഇവിടെയും സെയിം ആയിട്ട് മാറി. അഥവാ ഈ 8ൽ നിന്നും ഒരെണ്ണം ഇങ്ങോട്ട് കൊടുത്തു. അപ്പോൾ അവിടെ 5 ആയിരുന്നു ഉണ്ടായിരുന്നത്, ഇവിടെ 6 ആയിട്ട് മാറി. ഇവിടെ എന്തായി? 8 എന്നുള്ളത് 7 ആയിരുന്നു ഉണ്ടായിരുന്നത്, അതിൽ നിന്നും 1 കുറച്ചപ്പോൾ വീണ്ടും 6 ആയിട്ട് മാറി. അപ്പോൾ 2 കൈയിലും 6 പെൻസിൽ വീതമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് 116ാമത്തെ പേജാണ്. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയാണ് അടുത്തത്. അയിനിമല സ്കൂളിൽ ഭക്ഷണം പാകം ചെയ്യുന്നത് ശ്യാമള ചേച്ചിയാണ്. ഓക്കെ, ഒരു ദിവസം 600 രൂപയാണ് കൂലി എന്ന് പറയുന്നത്. ശ്യാമള ചേച്ചിയുടെ കൂലി 600 രൂപയാണ്. ജൂൺ മാസം 20 ദിവസം ഭക്ഷണം പാകം ചെയ്തു, എത്ര രൂപ കൂലി കിട്ടി? ജൂലൈ മാസം 22 ദിവസം ജോലി ചെയ്തു, എത്ര രൂപ കിട്ടി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ജൂൺ മാസം നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, ജൂണിൽ എത്ര ദിവസമാണ്? 20 ദിവസമാണ് അല്ലേ? അപ്പോൾ 600 × 20 ആണ് നോക്കേണ്ടത്. അതിന് എന്ത് ചെയ്താൽ മതി? 6 × 2 ചെയ്യുക. 6 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 12. എത്ര പൂജ്യം ചേർക്കണം? ഇവിടെ 2 പൂജ്യം, ഇവിടെ 1 പൂജ്യം. അപ്പോൾ ടോട്ടൽ 3 പൂജ്യം ചേർക്കുക. അപ്പോൾ 12,000 രൂപയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്തത് ജൂലൈയിൽ 600 രൂപ തന്നെയാണ് കൂലി എന്ന് പറയുന്നത്. പക്ഷേ എത്ര ദിവസം ജോലി ചെയ്തു? 22 ദിവസമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 22 × 6 എന്നുള്ളത് നോക്കണം അല്ലേ? അപ്പോൾ 22 × 6 എന്ന് പറയുന്നത് 13 ആണ്. 132 ആണ്. 132ൻ്റെ കൂടെ എത്ര പൂജ്യം ആഡ് ചെയ്യുക? 2 പൂജ്യം കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ എത്രയായി? 13,200 രൂപയാണ് കിട്ടുന്നത്. ഇനി ചെങ്ങാതി കണക്കാക്കിയ രീതി നമുക്ക് വേറെ രീതിയിൽ വേണമെങ്കിൽ എഴുതാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടും ഇതുപോലെയാണോ ചെയ്തിട്ടുള്ളത് എന്ന് നോക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ചെയ്ത ആ രീതി നിങ്ങളൊന്ന് ജസ്റ്റ് ഇവിടെ എഴുതി നോക്കുക. ഓക്കെ, ഇനി അടുത്ത പ്രവർത്തനത്തിലേക്ക് കടന്നാലും നമുക്ക് 100, 200, 300 എന്നിവ ഗുണിക്കാമെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഗുണിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. 1 × 100 എന്ന് പറയുന്നത് 100 ആണ് അല്ലേ? 2 × 100 എന്ന് പറയുന്നത് എത്രയാണ്? 200 ആണ്. 3 × 100 എന്ന് പറയുന്നത് 300 ആണ്. എങ്ങനെയാണ് കണക്കാക്കിയത്? ഈ 3ഉം ഈ 1ഉം കൂടെ ഗുണിക്കുക. അപ്പോൾ 3 എന്ന് കിട്ടും. അതിൻ്റെ കൂടെ 2 പൂജ്യം ആഡ് ചെയ്യുക. അപ്പോൾ 5 × 100 എന്ന് പറയുന്നത് 5 × 1 എന്ന് പറയുന്നത് 5 ആണ്. അതിൻ്റെ കൂടെ 2 പൂജ്യം ആഡ് ചെയ്യുക. 8 × 100 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 800 ആയിരിക്കും. 10 × 100 എന്ന് പറയുന്നത് എത്രയായിരിക്കും? അപ്പോൾ 1000 ആയിരിക്കും. ഓക്കെ, ഇനി 12 × 100. അപ്പോൾ 12 × 1 എന്ന് പറയുന്നത് 12 ആണ്. അതിൻ്റെ കൂടെ 2 പൂജ്യം ആഡ് ചെയ്യുക. അപ്പോൾ 1200 എന്ന് കിട്ടും. 15 × 1 എന്ന് പറയുന്നത് 15 ആണ്. അതിൻ്റെ കൂടെ 2 പൂജ്യം ആഡ് ചെയ്യുക. അപ്പോൾ 1500 എന്ന് കിട്ടും. 18 × 100 എന്ന് പറയുന്നത് 1800. 20 × 100 എന്ന് പറയുന്നത് 2000. 100 × 100 എന്ന് പറയുന്നത് 10,000. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. 1 × 200 എന്ന് പറയുന്നത്
പറയുന്നത് എത്രയാണ്? 200 തന്നെയാണ്. 2 × 200, 2 × 2 ചെയ്യുക 4 എന്ന് കിട്ടും. 4ൻ്റെ കൂടെ 2 0 ആഡ് ചെയ്യുക 400 എന്ന് കിട്ടും. ഇനി 3 × 200 എന്ന് പറയുന്നത് 600 ആണ്. 5 × 200 എന്ന് പറയുന്നത് അപ്പോൾ എത്രയായിരിക്കും? 5 × 2 10 ആണ്. അതിൻ്റെ കൂടെ 2 0 കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 1000 കിട്ടും. 8 × 200 ആണ്. 8 × 2 എന്ന് പറയുന്നത് 16 ആണ്. അതിൻ്റെ കൂടെ 2 0 ആഡ് ചെയ്യുക 1600. 10 × 200, 10 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 20 ആണ്. അതിൻ്റെ കൂടെ 2 0 കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ 2000 എന്ന് കിട്ടും. 12 × 2 എന്ന് പറയുന്നത് 24 ആണ്. അപ്പോൾ 2400 എന്ന് കിട്ടും. 15 × 200 എന്ന് പറയുന്നത് 30000. സോറി 30000 അല്ല കേട്ടോ, 3000 കേട്ടോ, 3000. 15 × 2 30 ആണല്ലോ. 2 0 കൂടെ ആഡ് ചെയ്താൽ മതി. 18 × 200 എന്ന് പറയുന്നത് എത്രയാണ്? 3600. 20 × 200 എന്ന് പറയുന്നത് 2 × 2 4 ആണ്. 4ൻ്റെ കൂടെ എത്ര 0 ആഡ് ചെയ്യണം? നമ്മൾ 3 0 ആഡ് ചെയ്യണം. അപ്പോൾ 4000 എന്ന് കിട്ടും. 100 × 200 എന്ന് പറയുന്നത് എത്രയാണ്? 1 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. അതിൻ്റെ കൂടെ എത്ര 0 ആഡ് ചെയ്യണം? 4 0 ആഡ് ചെയ്യണം. 1 2 3 4. അപ്പോൾ 20000 എന്നുള്ളത് ഉത്തരമായിട്ട് കിട്ടും. അടുത്തത് 1 × 3 എന്ന് പറയുന്നത് 300 എന്ന് പറയുന്നത് 300 ആണ്. 2 × 300 എന്ന് പറയുന്നത് 600 ആണ്. 3 × 300 എന്ന് പറയുന്നത് 900 ആണ്. കാരണം എന്ത് ചെയ്താൽ മതി? 3 3 കൂടെ ആഡ് ചെയ്യാം, 9 കിട്ടും. 2 0 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ 5 × 300 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1500 ആയിരിക്കും. 8 × 3 എന്ന് പറയുന്നത് 2400 ആയിരിക്കും. 10 × 3 എന്ന് പറയുന്നത് 3000. 12 × 3 എന്ന് പറയുന്നത് 3600. 15 × 3 എന്ന് പറയുന്നത് 4500. 18 × 300 എന്ന് പറയുന്നത് 5400. 20 × 3 എന്ന് പറയുന്നത് 6000. അടുത്തത് 100 × 3 എന്ന് പറയുന്നത് 30000. ഓക്കെ. ഇനി 100, 200, 300 എന്നീ സംഖ്യകൾ കൊണ്ട് ഗുണിക്കാനുള്ള എളുപ്പ വഴി നോട്ട് പുസ്തകത്തിൽ എഴുതാനാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് അത് കൊണ്ട് ഗുണിക്കുക എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് പുസ്തകത്തിൽ എഴുതുക. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 100 എന്നുള്ള സംഖ്യക്ക് 2 0 ഇട്ട് കൊടുത്താൽ മാത്രം മതി. 200 എന്നുള്ള സംഖ്യ 2 സംഖ്യ കൊണ്ട് ഗുണിച്ചതിന് ശേഷം 2 0 ഇട്ട് കൊടുക്കുക. 300 എന്നുള്ള സംഖ്യ 3 കൊണ്ട് ഗുണിച്ചതിന് ശേഷം 2 0 ഇട്ട് കൊടുക്കുക. അത്ര മാത്രമേ നമ്മൾ ചെയ്യേണ്ടത് ഉള്ളൂ. ഇനി അടുത്തത് നോക്കാം. പേജ് നമ്പർ 117 ആണ്. പഠനയാത്രയാണ്. 4ാം ക്ലാസ്സിലെ 40 കുട്ടികളും 3 അധ്യാപകരും 2 രക്ഷിതാക്കളും ഗെയിം സിറ്റി കാണാൻ പോയി. മുതിർന്നവർക്ക് 100 രൂപയും കുട്ടികൾക്ക് 50 രൂപയുമാണ് ടിക്കറ്റിൻ്റെ വില. ആകെ എത്ര രൂപ കൊടുക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മുതിർന്നവർ എത്ര പേരാണെന്ന് നമ്മൾ ആദ്യം കണ്ടെത്തണം അല്ലേ? മുതിർന്നവർ എത്രയാണ്? 3 അധ്യാപകരുണ്ട്, 2 രക്ഷിതാക്കളും ഉണ്ട്. അപ്പോൾ എത്രയായി? 5 പേരാണ് ഉള്ളത്. കുട്ടികൾക്ക് എത്ര രൂപയാണെന്നാണ് പറഞ്ഞത്? കുട്ടികൾക്ക് 40 രൂപയാണ് അല്ലേ? ഇനി മുതിർന്നവർക്ക് 100 രൂപയുമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? അല്ല, കുട്ടികൾ 40 പേരാണുള്ളത്. അപ്പോൾ 40 പേർക്ക് ഒരാൾക്ക് 50 രൂപ വെച്ചിട്ടാണുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം കുട്ടികളുടെ എമൗണ്ട് നോക്കുക, മുതിർന്നവരുടെ എമൗണ്ട് നോക്കുക. 5 പേരാണ്, ഒരാൾക്കുള്ളത് 100 രൂപയാണ്. അപ്പോൾ 5 × 100 എന്ന് പറയുന്നത് 500 രൂപ മുതിർന്നവർക്ക് വേണം. കുട്ടികൾക്ക് 40 കുട്ടികളാണുള്ളത്, 50 രൂപയാണുള്ളത്. എത്ര വേണം? 2000 രൂപ ആവശ്യമാണ്. ഇനി ആകെ എത്ര വേണം? ആകെ ഉള്ളത് 2000 + 500 എത്രയാണ്? 2500 രൂപയാണ് ആവശ്യമുള്ളത്. ഇനി ചങ്ങാതി കണ്ടെത്തിയ രീതിയിൽ നമുക്ക് വേറൊരു രീതിയിൽ ഇത് എഴുതാൻ വേണ്ടി പറ്റും. എന്ത് ചെയ്താൽ മതി? ആദ്യം നമ്മൾ കുട്ടികൾ എന്നെഴുതി കൊടുക്കുക. കുട്ടികൾ എത്രയാണ്? 40 കുട്ടികളാണ്, 50 രൂപ വീതം. 40 × 50 2000. ഇനി അധ്യാപകർ കാണുക. അധ്യാപകരുള്ളത് 3 പേരാണ്. 3 × 100 എന്ന് പറയുന്നത് 300. ഇനി അടുത്തത് എന്താണ്? മുതിർന്നവരാണ്. മുതിർന്നവർ 2 പേരാണുള്ളത്. 2 × 100 എന്ന് പറയുന്നത് 200. എന്നിട്ട് എന്ത് ചെയ്യുക? 2000 + 300 + 200 ചെയ്ത് നോക്കുക. അപ്പോഴും ഉത്തരം കിട്ടുന്നത് 2500 തന്നെയായിരിക്കും. ഓക്കെ. അപ്പോൾ പല രീതിയിലും നമുക്കിത് കണ്ടുപിടിക്കാമെന്നാണ് ഇവിടെ പറയുന്നത്. ഇനി താഴേക്ക് പോവാം. ഗുണനഫലത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ നിങ്ങൾ കണ്ടുപിടിച്ചത് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെയുള്ള ഗുണനഫലം നോക്കാം. 1 × 96 എന്ന് പറയുന്നത് എത്രയാണ്? 96 ആണ്. 2 × 48 എന്ന് പറയുന്നതും 96 ആണ്. 4 × 24 എന്ന് പറയുന്നതും 96 ആണ്. അതുപോലെ തന്നെ 2 × 18 എന്ന് പറയുന്നത് എത്രയാണ്? 2 × 18 96 ആണ്.
16 × 6 എന്ന് പറയുന്നത് 96. 32 × 3 എന്ന് പറയുന്നത് 96. ഇവിടെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇത് ഗുണനഫലം ഒരുപോലെ വരുന്ന ഗുണനങ്ങളാണ്, എല്ലാം 96ൻ്റെ ഗുണനങ്ങളാണ്. അഥവാ 1, 2, 3, 4 എന്നൊക്കെ പറയുന്നത് ഈ 96ൻ്റെ ഗുണനങ്ങളാണ്. എന്ത് പറയുന്നത്? 96, 48, 24, 12, 6, 3 എന്നിവ അല്ല 2, 8, 16, 32 എന്നിവ വരുന്നതൊക്കെ ഇതിൻ്റെ ഗുണനങ്ങളായിട്ട് വരുന്നതാണ്. അതുകൊണ്ടാണ് അത് സെയിം സംഖ്യയായിട്ട് വന്നിട്ടുള്ളത്. ഇനി 118ാമത്തെ പേജ് മതിൽ നിർമ്മാണമാണ്. മതിൽ കെട്ടാൻ മൈതാനത്ത് കല്ല് അടുക്കി വെച്ച് നോക്കൂ. ഒരു വരിയിൽ 5 കല്ല് വീതം 3 വരിയാണുള്ളത്. ഇതുപോലെ 4 അടുക്ക് കല്ലുണ്ട്. അപ്പോൾ ആകെ എത്ര കല്ല് വേണ്ടി വരും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു വരിയിലെ കല്ല് എന്ന് പറയുന്നത് എത്രയാണ്? ഒരു വരിയിലെ കല്ല് എത്രയാണ്? 5 കല്ലാണ് ഉള്ളത്. ഇനി 3 വരി ആകുമ്പോൾ എന്തായിട്ട് മാറും? 3 × 5 15 കല്ലായിട്ട് മാറും അല്ലേ? അപ്പോൾ ഒരു അടുക്ക് എന്ന് പറയുന്നത് അപ്പോൾ എത്ര കല്ലായിരിക്കും? ഒരു അടുക്ക് എന്ന് പറയുന്നത് 15 കല്ലാണ്. 15 കല്ലായിരിക്കും. അങ്ങനെയാണെങ്കിൽ 4 അടുക്ക് എന്ന് പറയുന്നത് എത്രയായിരിക്കും എന്ന് കണക്കാക്കാം. 15 × 4 അല്ലെങ്കിൽ 4 × 15 ചെയ്താൽ മതി. എത്ര കിട്ടും? 60 എന്ന് ഉത്തരം കിട്ടും. 60 കല്ലുകളായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി ഇതിനെ വേറൊരു രീതിയിൽ നമുക്ക് ചെയ്യാം. എന്ത് ചെയ്താൽ മതി? 5 ഒരു വരിയിലെ കല്ല് 5 എണ്ണമാണ്. 3 വരിയാണുള്ളത്. ഓരോന്നിലും 4 അടുക്കാണുള്ളത്. അപ്പം 5 × 3 × 4 ചെയ്താൽ മതി. 5 × 3 എത്രയാണ്? 15ആണ്. 15 × 4 എന്ന് പറയുന്നത് 60ആണ്. ഇങ്ങനെയും നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനി അടുത്തത് അക്കങ്ങളുടെ ഗുണനഫലമാണ്. 123 എന്ന സംഖ്യയിൽ അക്കങ്ങൾ ഗുണിച്ചു നോക്കൂ. ഏതൊക്കെയാണ്? 1, 2, 3 ആണല്ലേ? 1 × 2 2, 2 × 3 എന്ന് പറയുന്നത് 6 ആണ്. ഇനി 121 എന്ന സംഖ്യയിലെ അക്കങ്ങൾ ഗുണിച്ചാലോ? 1 × 2 2, 2 × 1 2. ഈ രീതിയിൽ അക്കങ്ങളുടെ ഗുണനഫലം 2, 3, 5, 7 എന്നിവ വരുന്ന 3 അക്ക സംഖ്യകൾ എഴുതി നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണെന്ന് അറിയോ? ഒന്നാമത്തത് 1 × 2 × 1 ആണ്. അപ്പോൾ എത്ര കിട്ടും? 2 എന്ന് തന്നെ ഉത്തരം കിട്ടും. അതുപോലെ തന്നെ 1 × 3 × 1 എത്ര കിട്ടും? 1 × 3 3, 3 × 1 3. ഇനി അടുത്തത് 1 × 5 × 1 എത്ര കിട്ടും? 5 എന്ന് തന്നെ കിട്ടും. അതുപോലെ തന്നെ 1 × 7 × 1 എത്ര കിട്ടും? 7 എന്ന് തന്നെ ഉത്തരമായിട്ട് നമുക്ക് അവിടെ കിട്ടുന്നതാണ്. ഇനി അടുത്തത് പേജ് നമ്പർ 119 ബാങ്കിലേക്ക് എന്നുള്ളതാണ്. പിത്രയുടെ അമ്മ പണം എടുക്കാൻ ബാങ്കിലെത്തി. ഈ 50 രൂപയുടെ 3 കെട്ട് നോട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഓരോ കെട്ടിലും 100 രൂപ വീതമുണ്ട്. ആകെ എത്ര നോട്ടുണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു കെട്ടിലെ പണം, ഒരു കെട്ട് എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? ഒരു കെട്ട് സമം 50 × 100 ആണ് അല്ലേ? എത്രയാണ് 50 × 100 എന്ന് പറയുന്നത്? 1 × 5 എന്ന് പറയുന്നത് 5 ആണ്. ബാക്കി 3 പൂജ്യം ഇട്ട് കൊടുക്കുക. അപ്പോൾ എത്ര കിട്ടും? 5000 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ 3 കെട്ടിലെ പണം എന്ന് പറയുന്നത് എത്രയുണ്ടായിരിക്കും? 5000നെ നമുക്ക് 3 കൊണ്ട് ഗുണിച്ചു നോക്കാം. എന്ത് ചെയ്താൽ മതി? 5 × 3 എന്ന് പറയുന്നത് 15 ആണ്. ബാക്കി എത്ര പൂജ്യം ഇട്ട് കൊടുക്കുക? 3 പൂജ്യം ഇട്ട് കൊടുക്കുക. എത്രയായി? 15000 എന്നുള്ള ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഇനി ചെങ്ങായി കണ്ടത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആദ്യം നമുക്ക് 50 ഒരു കെട്ടിൽ 50 ആണുള്ളത് അല്ലേ? അപ്പോൾ 50 × 100 ചെയ്ത് നോക്കുക. എത്ര കിട്ടും? 5000 എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ കെട്ടിലും ഇതേപോലെയാണ്. 50 × 100 5000 കിട്ടും. മൂന്നാമത്തെ കെട്ടിലും 50 × 100 ആണ്. അതും 5000 എന്ന് കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ 3 5000 കൂടെ കൂട്ടി നോക്കുക. 3 × 5000 15000 എന്ന് ഉത്തരം കിട്ടും. എങ്ങനെ നോക്കിയാലും ഉത്തരം സെയിം ആണെന്ന് മാത്രം. ഓക്കെ, സെയിം അല്ലേ കിട്ടേണ്ടത്? ആണ് അല്ലേ? ഇനി അടുത്തത് ഗണിത മാഗസിൻ എന്നുള്ളതാണ് അടുത്തതായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. ഗണിത മാഗസിനിലേക്ക് ശ്രവ്യ തയ്യാറാക്കിയ സംഖ്യാപട്ടിക നോക്കൂ. ഇവയുടെ പ്രത്യേകത എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ 1 × 1 = 1 × 1 ആണ് അല്ലേ? അതുപോലെ 1 + 3 = 4 ആണ്. ഈ 4നെ നമുക്ക് 2 × 2 എന്ന് പറഞ്ഞ് എഴുതാം. ഇനി 1 + 3 + 5 എന്ന് പറയുന്നത് എത്രയാണ്? 1 3 4 4 5 9 9 ആണല്ലേ? ഈ 9നെ നമുക്ക് എങ്ങനെ കിട്ടും? 3 × 3 എന്നാക്കിയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. ഇനി 1 + 3 + 5 + 7 എന്ന് പറയുന്നത് 16 ആണ്. 4 × 4 എന്ന് പറയുന്നത്. ഇനി അടുത്ത 4 വരെ നമ്മളുടെ അടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം? ഇതേപോലെ തന്നെ എഴുതാം. 1 + 3 +
എല്ലാ ഒറ്റ സംഖ്യകളും 5 + 7 + 9 എത്ര കിട്ടും? 25 എന്ന് കിട്ടും. 25 എന്ന് പറയുന്നത് 5 × 5 ആണ്. അടുത്തത് 1 + 3 + 5 + 7 + 9 പ്ലസ് അടുത്ത സംഖ്യ ഏതാണ്? 11. എത്രയാണ് കിട്ടുന്നത്? 36. 36 എന്ന് പറയുന്നത് 6 × 6 ആണ്. അടുത്തത് 1 + 3 + 5 + 7 + 9 + 11 + 13 എത്രയാവും? ആൻസർ എന്ന് പറയുന്നത് 49 ആണ്. 49 എന്ന് പറഞ്ഞാൽ 7 × 7. അടുത്തത് 1 + 3 + 5 + 7 + 9 + 11 + 13 + 15 എത്രയാണ് ഉത്തരം വരുന്നത്? 64 ആണ്. 64 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 × 8 ആണ്. ഇനി 1 + 3 + 5 + 7 അങ്ങനെ 19 വരെ നമ്മൾ കൂട്ടുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഉത്തരം എന്ന് പറയുന്നത് എത്രയാണെന്നാണ് നമ്മൾ ആദ്യം കണക്കാക്കേണ്ടത്. എത്രയായിരിക്കും? 10 × 10 തുല്യമായിരിക്കും. ഓക്കെ, 10 × 10 തുല്യമായിരിക്കും. അഥവാ എത്രയാണ്? 100 ആയിരിക്കും. 100 എന്ന് പറയുന്നത് 10 × 10 ആണ്. ഇനി അടുത്തത് 99 വരെ നമ്മൾ നോക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അത് എന്ന് പറയുന്നത് എത്രയാണ്? 50ാമത്തെ സ്ഥാനമായിട്ട് വരും. അതുകൊണ്ട് തന്നെ അത് 2500 തുല്യമായിരിക്കും. 2500 ആയിരിക്കും. ഈക്വൽ ടു 50 × 50 ആയിരിക്കും. ഓക്കെ, 50 × 50. ഇനി അപ്പുറത്തെ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ 2 എന്ന് പറയുന്നത് 1 × 2 ആണ്. 2 + 4 അതെല്ലാം ഇരട്ട സംഖ്യകളാണ്. 2 + 4 എന്ന് പറയുന്നത് 6 ആണ് അല്ലേ? 6 എന്ന് പറയുന്നത് 2 × 3 ആണ്. ഇനി 2 + 4 + 6 ഈക്വൽ ടു എന്ന് പറയുന്നത് സമം എന്ന് പറയുന്നത് 12 ആണ്. 12 എന്ന് പറയുന്നത് 3 × 4 ആണ്. അതേപോലെ തന്നെയാണ് 2 + 4 + 6 + 8 എന്ന് പറയുന്നത് 20 ആണ്. 20 എന്ന് പറയുന്നത് 4 × 5 ആണ്. അടുത്ത 4 വരെ എഴുതാനാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് എഴുതി നോക്കാം. അടുത്ത എത്രയായിരിക്കും? 2 + 4 + 6 + 8 + 10 അല്ലേ? എത്രയായിരിക്കും ഉത്തരം? 30 ആയിരിക്കും. 30 എന്ന് പറയുന്നത് 5 × 6 ആണ്. അടുത്തത് 2 + 4 + 6 + 8 + 10 + 12 ആണ്. എത്രയാണ്? 42 എന്ന് വരും. 42 എന്ന് പറയുന്നത് 6 × 7 ആണ്. അടുത്തത് 2 + 4 + 6 + 8 + 12 + 10 + 12 + 14 ആണ്. ഈക്വൽ ടു 56 ആണ്. 56 എന്ന് പറയുന്നത് 7 × 8 ആണ്. അടുത്തത് 2 + 4 + 6 + 8 + 10 + 12 + 14 + 16 ആണ്. അഥവാ 72 ആണ്. 72 എന്ന് പറഞ്ഞാൽ 8 × 9 ആണ്. ഇനി ഇവ കണക്കാക്കി കഴിഞ്ഞാൽ അത് 20 വരെ പോവുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ 20 വരെ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 110 ആയിരിക്കും. 110 കിട്ടുന്നത് 10 × 11 ഓക്കെ, 10 × 11 ഇതെങ്ങനെ കണക്കാക്കും ചോദിച്ചാൽ എത്ര സ്ഥാനമാണോ ഉള്ളത് നോക്കുക. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇത് എഴുതേണ്ടത്. ഇനി ഇത് 100 വരെ പോവുകയാണെങ്കിൽ എത്രയായിരിക്കും? 2550 ആയിരിക്കും. 2550 എന്ന് പറഞ്ഞാൽ 50 × 50 തുല്യമാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. പേജ് നമ്പർ 120 ആണ്. പാഠഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിലെ പ്രവർത്തനങ്ങളാണ്. ഒന്നാമത്തത് ഐനിമന സ്കൂളിന് ചുറ്റുമതിൽ കെട്ടുകയാണ്. 3 കൽപ്പണിക്കാരും 2 സഹായികളും ചേർന്ന് 8 ദിവസം കൊണ്ട് മതിൽ കെട്ടി. കൽപ്പണിക്കാരന് ഒരു ദിവസത്തെ കൂലി 1000 രൂപയും സഹായിക്ക് 800 രൂപയുമാണ്. മതിൽ കെട്ടാൻ ആകെ എത്ര രൂപയാണ് കൊടുത്തിട്ടുള്ളത്? ഇവിടെ കൽപ്പണിക്കാരുടെ കൂലി ഒരു ദിവസം എന്ന് പറയുന്നത് എത്രയാണ്? 1000 രൂപയാണ് തന്നിട്ടുണ്ട് അല്ലേ? അതുപോലെ തന്നെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് 8 ദിവസത്തിന് എത്ര രൂപയാകും എന്ന് നമ്മൾ ആദ്യം കണക്കാക്കണം. അപ്പോൾ നമ്മൾ എഴുതുക കൽപ്പണിക്കാരുടെ കൂലി എന്ന് എഴുതുക. ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് 8 × 1000 എത്രയാണ്? 8000 രൂപ കൽപ്പണിക്കാർക്ക് ചിലവാകും. ഇനി സഹായികളുടെ കൂലി എത്രയാണ്? 800 രൂപയാണല്ലേ? അവർ എത്ര ദിവസം പണി ചെയ്തിട്ടുണ്ട്? 8 ദിവസം തന്നെയാണ് പണി ചെയ്തിട്ടുള്ളത്. അപ്പോൾ സഹായികളുടെ കൂലി എന്ന് എഴുതുക 8 × 800. 8 × 800 എന്ന് പറയുന്നത് എത്രയാണ്? 6400 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കണം അല്ലേ? 8000 + 6400 ഈക്വൽ ടു 14400 രൂപ ചിലവായിട്ടുണ്ടാവും. 14400 രൂപ. ഇനി രണ്ടാമത്തെ നോക്കാം. 6 രൂപക്ക് 6 പേനക്ക് 50 രൂപയാണ് വില. ഓക്കെ, 6 പേനക്ക് 50 രൂപയാണ് വില. ഇത്തരം 15 പേന വാങ്ങാൻ എത്ര രൂപ വേണ്ടി വരും? അപ്പോൾ 6 പേനക്ക് 50 രൂപയാണല്ലേ? 15 പേനയാണ് നമ്മൾ വാങ്ങിക്കേണ്ടത്. അപ്പോൾ എന്ത് വേണം നമ്മൾ? 50നെ 15 കൊണ്ട് നമ്മൾ
ഈസി ആയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം 6 രൂപക്ക് 6 പേനക്ക് 50 രൂപ. അപ്പോൾ ഒരു 6 പേന വാങ്ങിച്ചു, അടുത്ത 6 പേന വാങ്ങിച്ചു. അപ്പോൾ എത്രയായി? 12 എണ്ണമായല്ലേ? ബാക്കി 3 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ ആദ്യത്തെ പേന വാങ്ങിച്ചപ്പോൾ 50 രൂപ ചിലവായി, പിന്നത്തെ പേന വാങ്ങിച്ചപ്പോൾ 50 രൂപ ചിലവായി, പിന്നെ 3 പേനയെ വാങ്ങിക്കുന്നുള്ളൂ. അപ്പോൾ അവിടെ 50 രൂപ വേണോ? വേണ്ട. ഇതിൻ്റെ പകുതി ആയിട്ടുള്ള 25 രൂപ എടുത്താൽ മതി. 50 + 50 100, 100 + 25 125 രൂപയാണ് ചിലവാകുന്നത്. ഓക്കെ. ഇനി സംഖ്യകൾ ഗുണിച്ചെഴുതിയതുപോലെ വലതുവശത്തെ ഒഴിഞ്ഞ വട്ടങ്ങളിലെ സംഖ്യകൾ കണ്ടുപിടിച്ച് എഴുതാനാണ് അടുത്തതായിട്ട് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കുറച്ച് നേരം നമ്മളൊന്ന് സമയമെടുത്തിട്ട് ചെയ്യേണ്ട ഒരു കണക്കും കൂടെയാണ് ഇത്. ഇവിടെ തന്നിട്ടുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യണം? നോട്ട്ബുക്കിൽ വരക്കുക. എന്നിട്ട് പറയുന്ന പോലെ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ട് ഉത്തരം എഴുതാം. ഇവിടെ ഒന്നാമത്തേത് എന്ന് പറയുന്നത് തന്നിട്ടില്ല അല്ലേ? ഒന്നാമത്തെ സംഖ്യ എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടില്ല. ഇവിടെ 6 എന്ന് തന്നിട്ടുണ്ട്. 6 ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് 6 കിട്ടുന്നത് എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ 6 കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ 3 × 2 ചെയ്ത അല്ലേ? 3 × 2 എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ 3 എഴുതുക, ഇവിടെ 2 എഴുതുക. 3 × 2 6 എന്ന് കിട്ടി. ഇനി അടുത്തത് നോക്കേണ്ടത് ഏത് സംഖ്യയാണ്? ഇനി ഇവിടെ അടുത്തൊരു സംഖ്യ നമുക്ക് നോക്കാം. ഇത് എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ 22 എന്ന് കിട്ടിയിട്ടില്ല. 22 കിട്ടുന്നത് എങ്ങനെയാണെന്ന് പറയാം. ഈ 11നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ ഉത്തരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെയുള്ള സംഖ്യയെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് കിട്ടണം. ഇങ്ങനെയാണ് നമ്മൾ ഓരോ ഉത്തരവും നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെയുള്ള 2 സംഖ്യകൾ കിട്ടി അല്ലേ? ഇനി നമുക്ക് കിട്ടേണ്ടത് ഏതാണ്? ഈ 2ന്റെ താഴെയുള്ള സംഖ്യയാണ് അടുത്തതായിട്ട് നമുക്ക് കിട്ടേണ്ടത്. ഇവിടെ 15 എന്ന് ഉത്തരം കിട്ടണമെങ്കിൽ 3നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 15 കിട്ടുന്നത്? 3നെ 5 കൊണ്ട് അല്ലേ? 3 × 5 ആണ് 15 എന്ന് പറയുന്നത്. ഇനി ഇവിടെ 15 നമുക്ക് കിട്ടി. അടുത്തതായിട്ട് 18 കിട്ടണമെങ്കിൽ 3നെ ഏത് സംഖ്യ കൊണ്ട് നമ്മൾ ഗുണിക്കണം? 6 കൊണ്ട് ഗുണിക്കുമ്പോൾ 3 × 6 എന്ന് പറയുന്നത് 18 ആണ്. അതുപോലെ തന്നെ അടുത്തത് ഇവിടെ തന്നിട്ടില്ല, പക്ഷെ ഇവിടെ 99 എന്ന് തന്നിട്ടുണ്ട് അല്ലേ? ഈ 99 എന്ന് പറയുന്നത് എങ്ങനെയാണ്? 11നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 99 കിട്ടുന്നത്? 9 കൊണ്ട് ഗുണിക്കുമ്പോഴാണ്. 11 × 9 ആണ് 99 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ റോയിലെ എല്ലാതും കിട്ടി. ഇനി കിട്ടാനുള്ളത് 18ന്റെ താഴെയുള്ളതാണ് അല്ലേ? 18ന്റെ താഴെയുള്ള സംഖ്യ എന്ന് പറയുന്നത് എങ്ങനെ കിട്ടുന്നതാ? എങ്ങനെയാണ്? ഈ 3നെ 9 കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ്. 3നെ 9 കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യ എത്രയാണ്? 27 ആണല്ലേ? ഇനി അതേപോലെ തന്നെ അടുത്തതായിട്ട് കിട്ടേണ്ടത് ഈ 15 22ന്റെ താഴെയുള്ള സംഖ്യയാണ്. അഥവാ 11 × 5. 11 × 5 എന്ന് പറയുന്നത് എത്രയാണ്? 55 ആണ്. അതുപോലെ തന്നെ അടുത്ത സംഖ്യ കിട്ടേണ്ടത് 11 × 6 ആണ്. 11 × 6 66 എന്ന് കിട്ടും. ഇനി അടുത്തതായിട്ട് നമുക്ക് കിട്ടേണ്ട സംഖ്യ ഈ 11ന്റെ തൊട്ടടുത്തുള്ള സംഖ്യയാണ് അല്ലേ? അത് ഏതായിരിക്കും എന്ന് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ 40 തന്നിട്ടുണ്ട് അല്ലേ? 40നെ ഏത് സംഖ്യ? 5 കൊണ്ട് ഏതുകൊണ്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് 40 കിട്ടുന്നത്? 8 × 5 ആണ് 40 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ സംഖ്യ എത്രയാണ്? 8 ആണ്. 8 × 5 40 ആണ്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ 8ന്റെയും 40ന്റെയും ഇടയിലുള്ള ഈ സംഖ്യ എത്രയാകും എന്ന് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 8 × 2 ചെയ്താൽ മതി. 8 × 2 എന്ന് പറയുന്നത് 16 ആണ്. ഇനി അടുത്തത് ഈ സംഖ്യയാണ് കിട്ടേണ്ടത്. അപ്പോൾ 8 × 6 ചെയ്ത് നോക്കുക. 8 × 6 എന്ന് പറയുന്നത് എത്രയാണ്? 48 ആണ്. 8 × 9 എന്ന് പറയുന്നത് 72 ആണ്. ഇനി ഇവിടുത്തെ സംഖ്യ കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഒരു സംഖ്യ മാത്രമേ ഉള്ളൂ, 42. 42നെ 6ൽ ഏതുകൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് 42 കിട്ടുന്നത്? 7 × 6 ആണല്ലേ? അപ്പോൾ ഇവിടുത്തെ സംഖ്യ എന്ന് പറയുന്നത് 7 ആണ്. 7 × 6 ആണ് 42 എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. 7 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 14 ആണ്. അത് ഇവിടെ എഴുതി കൊടുക്കുക. 7 × 5 എന്ന് പറയുന്നത് 35 ആണ്. അതുപോലെ തന്നെ 7 × 6 42 ആണെന്ന് തന്നിട്ടുണ്ട്. 7 × 9 എന്ന് പറയുന്നത് 63 ആണ്. അപ്പോൾ ഇവിടെയുള്ള സംഖ്യകൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ സംഖ്യകളും കിട്ടിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ. കുറച്ച് ഈസിയാണ്, എന്നാലും കുറച്ച് ട്രിക്കിയാണ്. പക്ഷെ നിങ്ങളൊന്ന് ജസ്റ്റ് എല്ലാതും ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും അല്ലേ? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നാണ്. അടുത്തത് 4ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 1, 2, 3 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് അക്കങ്ങൾ ആവർത്തിക്കാതെ 2 അക്ക സംഖ്യകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. 2 അക്ക സംഖ്യകളാണ് നമ്മൾ എഴുതേണ്ടത്. 1, 2, 3 എന്നീ സംഖ്യകൾ ആവർത്തിക്കാതെ വേണം നമ്മൾ എഴുതാൻ. ഏതൊക്കെ എഴുതാൻ വേണ്ടി പറ്റും നമുക്ക്?
12, 13, 21, 23, 31, 32 എന്നീ സംഖ്യകൾ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇത്രയും സംഖ്യകൾ എഴുതാൻ വേണ്ടി പറ്റും. അടുത്തത് 1, 2, 3, 4 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് അക്കങ്ങൾ ആവർത്തിക്കാതെ രണ്ടക്ക സംഖ്യകളാണ് നമ്മൾ എഴുതേണ്ടത്. രണ്ടക്ക സംഖ്യകൾ എഴുതണം കേട്ടോ. അപ്പോൾ ഏതൊക്കെ എഴുതാം രണ്ടക്ക സംഖ്യയായിട്ട്? അപ്പോൾ നമുക്ക് എഴുതി കൊടുക്കാം. ഒന്ന് നമുക്ക് എന്ത് എഴുതാം? 12 തന്നെ എഴുതാം അല്ലേ? 12, അതുപോലെ തന്നെ 13, 14, 21, 23, 24, 31, 32, 34, 41, 42, 43 കൂടെ എഴുതാം. 43 കൂടെ ഇത് വെച്ച് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് അന്വേഷണം എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു സംഖ്യയെ 9 കൊണ്ട് ഗുണിക്കുക. ഏതെങ്കിലും ഒരു സംഖ്യ 9 കൊണ്ട്, ഇപ്പോൾ 9നെ നമുക്ക് ഗുണിക്കാം. 9നെ 1 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എന്താണ്? 9 എന്ന് കിട്ടും. ഇനി ഗുണനഫലങ്ങൾ അക്കത്തിൽ കൂട്ടുക. ഇവിടെ എന്താണ്? 9 മാത്രമേ കൂട്ടാനുള്ളൂ അല്ലേ? അക്കത്തിൽ കൂട്ടുക എന്ന് പറയുമ്പോൾ 9നെ ഗുണിച്ചു കഴിഞ്ഞാൽ 9 എന്ന് തന്നെ നമുക്ക് കിട്ടും. ഇനി കൂട്ടി കിട്ടുന്ന സംഖ്യയിൽ ഒന്നിൽ കൂടുതൽ അക്കങ്ങൾ ഉണ്ടെങ്കിൽ അവ കൂട്ടുക. അങ്ങനെ അക്കങ്ങൾ കിട്ടുന്നത് വരെ കൂട്ടുക. എന്താണ് കിട്ടിയത്? മറ്റ് സംഖ്യകൾ എടുത്ത് 9 കൊണ്ട് ഗുണിക്കുക. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 10 കൊണ്ട് 10 × 9 എന്ന് പറയുന്നത് എത്രയാണ്? 90 ആണ് അല്ലേ? ഇവിടെ കൂട്ടേണ്ടത് ഏതൊക്കെയാണ്? 9ഉം 0ഉമാണ്. കൂട്ടിക്കഴിഞ്ഞാൽ 9 തന്നെ നമുക്ക് കിട്ടും. ഇനി 2 × 9 എടുത്ത് നോക്കൂ, 18 ആണ് അല്ലേ? അവിടെ 1 + 8 ആണ്, അപ്പം കിട്ടുന്നത് 9 ആണ്. അപ്പോൾ 9ന്റെ ഏത് 2 നോക്കിക്കഴിഞ്ഞാലും 9 തന്നെ നമുക്ക് ഉത്തരമായിട്ട് കിട്ടും എന്നാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, ഏത് സംഖ്യ വേണമെങ്കിലും നിങ്ങൾ എടുത്തിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കുക. ഇനി അടുത്തത് ഈ പാഠഭാഗം കഴിഞ്ഞു. അടുത്ത പാഠഭാഗം എന്ന് പറയുന്നത് 8ാമത്തെ പാഠഭാഗമാണ്. ഇങ്ങനെ അളക്കാം എന്ന പാഠഭാഗമാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഈ ഫുൾ ചാപ്റ്റർ ഒരുമിച്ച് എടുക്കുന്നതുകൊണ്ടാണ് വീഡിയോ ഇത്ര ലെങ്തി ആവുന്നത്. എല്ലാ കൂട്ടുകാരും എല്ലാം ഒരുമിച്ച് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.